എല്ലാവർക്കും ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ വളരെ സന്തോഷമുണ്ട് ഇന്ന് ഈ സ്ഥിരീകരണ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ ഇടയാകുന്നതിൽ. സ്നേഹമുള്ള ജോർജ് അച്ഛൻ പറഞ്ഞതുപോലെ വളരെ നേരത്തെ ഈ ശുശ്രൂഷയെക്കുറിച്ച് പറയുകയും ഡേറ്റ് കുറിക്കുകയും ചെയ്തു, പ്രോഗ്രാം ചെയ്തു. അതുകൊണ്ട് തന്നെ അത് നന്നായി എന്ന് കരുതുന്നു. ഇല്ലെങ്കിൽ മറ്റു പല പ്രോഗ്രാം ഉള്ള കാരണം ഇതൊന്നെങ്കിൽ ഒരു ഞായറാഴ്ച അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദിവസമോ ചെയ്യേണ്ടി വരുമായിരുന്നു. എന്നാൽ കമ്മിറ്റി സഭ ഒന്നടങ്കം ആ കാര്യം നേരത്തെ ആലോചിക്കുകയും സ്ഥിരീകരണത്തിനാണ് പ്രത്യേകമായൊരു ദിവസം മാറ്റി അത് ക്രമീകരിക്കുകയും ചെയ്തതിന് പ്രത്യേകിച്ച് പ്രിയപ്പെട്ട അച്ഛനെയും സഭയുടെ ചുമതലക്കാരായ കമ്മിറ്റി അംഗങ്ങൾ, കൈക്കാരന്മാർ, കൗൺസിൽ മെമ്പർമാർ, സൺഡേ സ്കൂൾ അധ്യാപകർ, പ്രത്യേകിച്ച് സ്ഥിരീകരണം പഠിപ്പിച്ച അധ്യാപകർ എല്ലാവർക്കും ഞാൻ പ്രത്യേകമായി നന്ദി സ്നേഹവും അറിയിക്കും. കാരണം സ്ഥിരീകരണം എന്ന് പറഞ്ഞത് തന്നെ ഏറ്റവും നല്ലൊരു ശുശ്രൂഷയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. മറ്റുള്ള ശുശ്രൂഷ അത്ര മോശമെന്നുള്ള അർത്ഥത്തിലല്ല. പക്ഷേ സ്ഥിരീകരണം എന്നുള്ളത് ഒരു ക്രിസ്തീയ പൈതലിൻ്റെ അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അവൻ സ്വയമായി തീരുമാനമെടുത്തു പോകുന്നൊരു ദിവസമാണ്. അതെന്തുമാത്രം പ്രാധാന്യത്തോടെ മാതാപിതാക്കന്മാരും കുട്ടികളും അത് മനസ്സിലാക്കുന്നതെന്ന് അറിയത്തില്ലെങ്കിലും വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ നമ്മൾ ഇന്ന് ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തുകൊണ്ടാണ് പോകുന്നത്, അല്ലേ? ഇതുവരെ നിങ്ങൾ വന്നതുപോലെ അല്ല, ഇങ്ങോട്ട് വന്നതുപോലെ അല്ല നിങ്ങൾ തിരികെ പോകുന്നത്. പ്രത്യേകമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടാണ് തിരികെ പോകുന്നത്. അതാണ് എൻ്റെ പ്രത്യേകത. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു വരുന്നത് നിങ്ങൾ കുറേ പഠിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദിവസമാണ്. ആരുടെ ദിവസം? സ്ഥിരീകരണത്തിലുള്ളവരൊന്ന് കൈവക്കിക്ക്. ഇന്ന് സ്ഥിരീകരണം കഴിയുവാണത് കൈവക്കിക്ക്. കൈതാത്ത നിങ്ങളുടെയും എൻ്റെയും കൂടെ ദിവസമാണ്, അല്ലേ? ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കും, നിങ്ങൾ എന്ത് ചെയ്യണം? കേട്ടില്ല? ഉത്തരം പറ. നിങ്ങൾ ഉത്തരം പറയണം, അത് മാത്രമേ ഉള്ളൂ. ഞാൻ ചോദ്യം ചോദിക്കും, നിങ്ങൾ ഉത്തരം പറയണം. പിന്നെയും ചോദ്യം ചോദിക്കും, പിന്നെയും ഉത്തരം പറയണം, അല്ലേ? അത്രേ ഉള്ളൂ. അങ്ങനെ കുറേ ചോദ്യമൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങൾ ചില കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, അല്ല ചില കാര്യങ്ങൾ അറിയത്തില്ല എന്നുള്ള കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവും, അല്ലേ? അപ്പോൾ അതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ പ്രാർത്ഥനയും സ്ഥിരീകരണ ശുശ്രൂഷയും നടത്തപ്പെടുന്നത്. നിങ്ങളോട് ചില ചോദ്യങ്ങൾ ഇവിടെ പ്രത്യേകമായിട്ട് പിന്നീടും ചോദിക്കുന്നുണ്ട്, അതിന് നിങ്ങൾ ഉത്തരം പറയുന്നുണ്ട്. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്? സ്ഥിരീകരണ ശുശ്രൂഷ, കൺഫർമേഷൻ, സ്ഥിരപ്പെടുത്തൽ എന്നുള്ള അല്ലെങ്കിൽ ദൃഢപ്പെടുത്തൽ എന്നുള്ള ശുശ്രൂഷ നടത്തപ്പെടും. അതുകൊണ്ട് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദിവസമാണ്. സാധാരണഗതിയിലൊരു 2-3 മണിക്കൂറെങ്കിലും എന്ത് ചെയ്യും? ഈ ശുശ്രൂഷയുണ്ട്. കുട്ടികളുടെ എണ്ണം അനുസരിച്ചാണ് പിന്നെ മുമ്പോട്ട് പോകുന്നത്, അല്ലേ? അപ്പം ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രമാണ് എല്ലാവരും വന്നിരിക്കുന്നത്. അതുകൊണ്ട് സമയം പോകും എന്ന് അറിഞ്ഞു തന്നെയാണ് എല്ലാവരും എന്ത് ചെയ്തിരിക്കുന്നത്, വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് വാച്ചിലൊന്നും നോക്കേണ്ട കാര്യമില്ല. ഒരു 4 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ എന്ത് ചെയ്തേച്ചാൽ മതി? വാച്ച് നോക്കിയാൽ മതി എന്നാണ് എൻ്റെ ഒരു എളിയ റിക്വസ്റ്റ്. അതിന് ഇപ്പുറം വാച്ച് നോക്കിയാൽ അത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായിരിക്കും. എത്ര മണിക്കൂറാണ്? സാധാരണ കമ്മ്യൂണിയൻ ചോദ്യം പറഞ്ഞില്ല 2 മണിക്കൂറുണ്ട്. സാധാരണ കമ്മ്യൂണിയൻ സർവീസിൽ 2.5 മണിക്കൂറുണ്ട്. അപ്പോൾ എത്ര മണിക്കൂറായി? 4.5 മണിക്കൂറായി. ഓക്കെ, 9 എന്നാണ് നമ്മൾ പറഞ്ഞതല്ലേ സമയം. വന്നപ്പോൾ തുടങ്ങിയപ്പോൾ 9 കഴിഞ്ഞെങ്കിലും 9 തന്നെ കൂട്ടിക്കും. 9 ഗുണം 9 പ്ലസ് 4.5 എത്ര ആവുമെന്ന് കൂട്ടിക്കും. അത് കഴിഞ്ഞേ എന്ത് ചെയ്യാവുള്ളൂ? വാച്ചേ നോക്കാം. നിങ്ങൾ ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും? പിന്നെയും സമയം പോകും. അപ്പോൾ സമയം കളയുന്നതിന് ഉത്തരവാദി ആരായിരിക്കും? നിങ്ങളായിരിക്കും, അല്ലേ? ഉത്തരം ശരിയോ തെറ്റോന്നും വിഷയമല്ല. ചോദ്യത്തിന് എന്ത് ചെയ്യണം? ഉത്തരം കിട്ടണം. ഉറച്ച ശബ്ദത്തിൽ എനിക്ക് കേൾക്കാൻ പാകത്തിന് പറയണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, എല്ലാവരും ഫ്രീ ആയിട്ടിരുന്നു കേട്ടോ. കാപ്പിയൊക്കെ കുടിച്ചിട്ടാണല്ലോ വന്നത്. വേണം. കാപ്പി കുടിക്കാതെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഉണ്ടോ? കാപ്പി കുടിക്കാതെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഭക്ഷണം കഴിക്കാതെ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അഥവാ എന്തെങ്കിലും തലകർക്കോ ബോധക്കേടൊക്കെ തോന്നുവാണെങ്കിൽ എന്ത് ചെയ്യണം? കൈ പൊക്കിയാൽ മതി. കമ്മിറ്റിക്കാർ താഴെ ഇരിപ്പുണ്ട്, അവരെ ഒന്നും എന്ത് ചെയ്യും? വെള്ളമൊക്കെ കൊണ്ടുവന്ന് ഇങ്ങോട്ട് വരും. ആ കാര്യത്തിൽ പേടിക്കണ്ട. ഓക്കെ. ഇവിടെ മാതാപിതാക്കന്മാരെന്ന് കൈപ്പൊക്കാമോ? മാതാപിതാക്കന്മാർ കുട്ടികളെ പ്രൈസിലാണ് കൈതാതി. ജ്ഞാന മാതാപിതാക്കന്മാരെന്ന് കൈപ്പൊക്കാമോ? ജ്ഞാന മാതാപിതാക്കന്മാർ. ഓക്കെ, താങ്ക് യു. സാധാരണ പള്ളികളിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ നമ്പർ ഉണ്ട്. ആനുപാതികമായിട്ട് നോക്കുമ്പോൾ മാതാപിതാക്കന്മാരുടെ ഇരട്ടി എന്ത് ചെയ്യണം? ഇരട്ടിയോ 3 ഇരട്ടിയോ അത് നിങ്ങൾ കാണേണ്ടതാണ്. ഒരു പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങനെ നിൽക്കുന്ന കാരണം അത്രയും എണ്ണം കൃത്യമായിട്ടും പറയണമെന്ന് ഇല്ലതാണ്. എങ്കിലും നിങ്ങൾ എത്രയും പേര്
ഈ കുട്ടികളെ സ്ഥിരീകരണത്തിനായിട്ട് ഒരുക്കി കൊണ്ടുവന്നതിന് അതിയായ സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ, അത്രയും ചിലവുള്ള നേനാംകുര്യൻ അച്ഛൻ, പ്രിയ മിനുവച്ചൻ, മാക്സിനച്ഛൻ, അത്രയും സ്നേഹമുള്ള സഭാ ശുശ്രൂഷരെ, അവരോട് എല്ലാവരോടും ചേർന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങൾ ഇന്നെടുക്കുന്ന തീരുമാനം അനുസരിച്ച് പോകാനായിട്ട് ദൈവം നിങ്ങളുടെ ശക്തിയിരിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യും. ഇന്ന് അച്ഛൻ ഇവിടെ മാക്സിൻ ജോൺ അച്ഛൻ ഒരു കാര്യം നിങ്ങളുടെ പേര് വായിച്ചതിന് ശേഷം പറഞ്ഞായിരുന്നു. എന്തെങ്കിലും അതിൽ ഓർക്കുന്നുണ്ടോ? എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ? ഇവിടെ ശ്രദ്ധിച്ചിരുന്നോണേ. ഓക്കെ, ശ്രദ്ധിച്ചിരുന്നു. അങ്ങോട്ട് കൂടെ നോക്കിയിരുന്നിട്ട് എന്ത് ചെയ്യരുത്, അങ്ങനെ ഇരിക്കരുത്. ശ്രദ്ധിച്ചിരുന്നോ? എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ? അച്ഛൻ ഒരു ആമുഖമായിട്ട് പാഠം വായിക്കുന്നതിന് മുമ്പ് കുറേ കാര്യം പറഞ്ഞാൽ എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ? ഒരു വാക്കെങ്കിലും ഓർക്കുന്നുണ്ടോ? ഇല്ല. ഓക്കെ. നിങ്ങൾ എങ്ങനെയാണ് അവിടെ വന്നതെന്നാണ് അച്ഛൻ പറഞ്ഞത്, അല്ല നിങ്ങൾ എന്തിനു വേണ്ടിയാണ് വന്നതെന്നാണ് അച്ഛൻ പറഞ്ഞത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നിങ്ങളെ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് നിങ്ങളിവിടെ വന്നത് എന്ന കാര്യം അച്ഛനിവിടെ പറഞ്ഞു അല്ലേ. അത് നിങ്ങൾ കേൾക്കാത്തതുകൊണ്ട് ശ്രദ്ധിക്കാത്തതുകൊണ്ടും അത് നിങ്ങൾക്ക് അറിയത്തുമില്ല അല്ലേ. പക്ഷെ ചോദിക്കട്ടെ, എന്തിനു വേണ്ടിയാണ് നിങ്ങൾ വന്നേ? കേട്ടില്ല? സ്ഥിരീകരണം എന്ന് പറഞ്ഞാൽ സ്ഥിരീകരണം എന്താ? ദൈവത്തിൻ്റെ സഭയിൽ ചേരുക എന്നാണ്. സ്ഥിരീകരണത്തിൻ്റെ ഇംഗ്ലീഷ് വാക്ക് തന്നെ നമ്മൾ സാധാരണ പറയുന്നത്, സാധാരണ ഉപയോഗിക്കുന്നത് കൺഫർമേഷൻ അല്ലേ. കൺഫേം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഉറപ്പിക്കുക. എന്നതാ ഉറപ്പിക്കുന്നത്? എന്താ ഉറപ്പിക്കും? ബദ്ദിസ്മയിൽ കൊച്ചു പറഞ്ഞ് ബദ്ദിസ്മയിൽ എടുത്ത തീരുമാനമായി. എന്തായിരുന്നു ബദ്ദീസ് എടുത്ത തീരുമാനം? പോട്ടെ, നിങ്ങൾ എന്തെങ്കിലും തീരുമാനം ബദ്ദീസിൽ എടുത്തോ? എടുത്തായിരുന്നോ? നിങ്ങൾ കുഞ്ഞിപ്പിള്ളല്ല. ആകെ മൊത്തം അറിയാവുന്ന കരയാനും തൊയ്ക്കാനും മാത്രം അറിയത്തോ, വേറെ ഒന്നും അറിയത്തില്ല അല്ലേ. അന്നേരം നിങ്ങൾ എന്തെങ്കിലും തീരുമാനം എടുത്തോ? ഇല്ല. അപ്പം നിങ്ങൾക്ക് വേണ്ടി ആരാ തീരുമാനം എടുത്തേ? ജ്ഞാനമാതാക്കന്മാർ. അവരെടുത്ത തീരുമാനം ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ സ്വയമായിട്ട് എടുത്തു. അതിനു വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആ തീരുമാനങ്ങൾ എന്തായിരുന്നു, അത് അനുഷ്ഠിക്കാൻ, നടപ്പാക്കാൻ, അനുസരിപ്പാൻ എങ്ങനെയെല്ലാം സാധിക്കുമെന്നുള്ള പഠനങ്ങളാണ് നമ്മൾ ചെയ്തത്. നമ്മൾ ആരാണ്, എന്താണ്, എങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനം എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനു മുമ്പ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് എല്ലാം കൂടെ ഒന്ന് സംക്ഷേപിച്ചാൽ, ചുരുക്കിയാൽ, നിങ്ങളുടെ ജ്ഞാനബോധക്കന്മാർ നിങ്ങളുടെ ബപ്തിസ്മയെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി എടുത്ത പ്രതിജ്ഞകളാണ്. ആ പ്രതിജ്ഞകൾ ഇന്ന് അവർ വിടുകയും നിങ്ങൾ അതെന്ത് ചെയ്യും, ഏറ്റെടുക്കുകയും ചെയ്യാം അല്ലേ. അതിൻ്റെ അകത്ത് ചില കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നുണ്ട്, ചിലത് സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ ധാരാളം കാര്യങ്ങൾ ആ പ്രതിജ്ഞയിൽ എന്ത് ചെയ്യുന്നു ഉണ്ട് അല്ലേ. അപ്പം അതാണ് നിങ്ങൾ പഠിച്ചതിന് ശേഷം ഇത് ചെയ്യുന്നത്. ഇവിടെ വരും ധാരാളം കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്നുണ്ട്. പണ്ടൊക്കെയും ഒരു പക്ഷേ പ്രായമുള്ളവർക്കറിയാം, പണ്ട് സ്ഥിരീകരണത്തിലുള്ള ചോദ്യോത്തരം എന്നും പറഞ്ഞൊരു സെക്ഷൻ നമ്മുടെ ചെറു ശുശ്രൂഷ ക്രമങ്ങളിൽ ഉണ്ടായ കാറ്റക്കിസം എന്നാണ് പറയുന്നത്. ചോദ്യം ചോദിക്കും, ഉത്തരം പറയുക, പിന്നെയും ചോദ്യം ചോദിക്കുക, പിന്നെ ഉത്തരം പറയുക. ചോദ്യം ചോദിച്ച് ഉത്തരം പറയിപ്പിച്ച് കാര്യങ്ങൾ, സത്യങ്ങൾ ഗ്രഹിപ്പിക്കുന്ന രീതിയാണ് കാറ്റക്കിസം എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ കാറ്റക്കിസം ക്ലാസ് കേട്ടിട്ടുണ്ടോ? നമ്മൾ സാധാരണ അങ്ങനെ പറയാറില്ല, പക്ഷേ മറ്റു പല സൗകര്യ ആ വേർഡ് തന്നെ ഇപ്പോഴും ഉപയോഗിക്കുന്നത് അല്ലേ. ഇതാണ് സംഭവം. ഏതാണ് സംഭവം? ചോദ്യം ചോദിക്കുന്നു, ഉത്തരം പറയും. നമ്മുടെ രീതി അത് വളരെ രസകരമാണ്. അന്നത്തെ ആ രീതി, നിൻ്റെ പേരെന്താണ് ഒരു ചോദ്യം. അതിൻ്റെ അകത്തൊരു ചോദ്യമാണ്. ഇപ്പം നമ്മളതങ്ങനെ പഠിപ്പിക്കുന്നില്ല സാധാരണഗതിയിൽ, കുറേ ഭാഗങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. നിൻ്റെ പേരെന്താണ് നമ്മളോട് ചോദിക്കുക. നമ്മൾ പറയും എൻ്റെ പേര് ഫ്രാൻസിസ് എന്നാണ്. നിനക്ക് ഈ പേരിട്ടത് ആരാ? അപ്പം അങ്ങനെ ചോദ്യം ചോദിക്കുക, ആരാണ് പേരിട്ടത്, അന്നേരം എൻ്റെ ഇത് എന്തായി തീർന്നു, എങ്ങനെയാണ് തുടങ്ങിയുള്ള കാര്യങ്ങളാണ് അല്ലേ. സാധാരണ നമ്മൾ 14 വയസ്സാണ് നമ്മൾ സ്ഥിരീകരണത്തിനായിട്ട് എടുക്കുന്നൊരു പ്രായം. ഓക്കെ, 14 വയസ്സ് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ശരാശരി നമ്മൾ പറയാം 14 വയസ്സൊന്ന് കൂട്ടിക്കൊള്ളുക. 14 വർഷത്തിന് മുമ്പ് നിങ്ങൾ തീരെ കുഞ്ഞുങ്ങളായിരുന്നു അല്ലേ. അന്ന് നിങ്ങളെ എന്ത് ചെയ്യും, നിങ്ങളുടെ മാതാപിതാക്കന്മാരും ജ്ഞാനമാതാപിതാക്കന്മാരും കൂടെ എന്ത് ചെയ്തു, പള്ളിയിൽ കൊണ്ടുപോകും. പള്ളിയിൽ കൊണ്ടുവന്ന് നമ്മുടെ രീതി അനുസരിച്ച് പ്രധാന വാതിലിൻ്റെ അവിടെ എന്ത് ചെയ്യുന്നുണ്ടോ അവിടെ വെച്ച് നിങ്ങളെ
സ്നാനപ്പെട്ടപ്പോൾ ആരായി തീർന്നു നിങ്ങൾ പറഞ്ഞേ? ഓക്കെ, സഭയുടെ അംഗമായി തീർന്നു. അറിയാവുന്നവരെല്ലാം ചേർന്നേന്ന് പറഞ്ഞു പുറക്കിറക്കെ. വിശുദ്ധന്മാരുടെ മിശിഹായുടെ അവയവമായി തീർന്നു. ഓക്കെ, ദൈവരാജ്യത്തിൻ്റെ അവകാശികളായി തീർന്നു. ഓക്കെ, ദൈവത്തിൻ്റെ വയലായി തീർന്നു. പറഞ്ഞാണ് അവർ പറഞ്ഞത് ശരിയാണ്. ഓക്കെ, നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾ ദൈവ മക്കളായിട്ട് തീർന്നു, ദൈവ പൈതലായിട്ട് തീർന്നു, ദൈവരാജ്യത്തിന് അവകാശിയായി തീർന്നു, ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയിൽ അംഗമായി നിങ്ങൾ തീർന്നു. എപ്പോൾ? സ്നാനപ്പെട്ട സഭ. അങ്ങനെ അവിടുന്ന് സ്നാനപ്പെടുത്തിയതിന് ശേഷം നിങ്ങളെ എന്ത് ചെയ്തു? നിങ്ങളുടെ പേരൻസ് ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ പള്ളിയിൽ അന്നത്തെ അച്ഛൻ്റെ കയ്യിൽ നിങ്ങളെ കൊടുത്തു അല്ലേ? അച്ഛൻ പറഞ്ഞു കൊച്ചിനെ കൊണ്ട് തന്നേന്ന് പറഞ്ഞു. കൊച്ചിനെ കൊടുത്തു. കൊച്ചിനെ ആ കർത്തൃമേശനെ അവിടെ കൊണ്ടുവച്ച് എന്ത് ചെയ്യുന്നു? നിങ്ങളവിടെ സമർപ്പിച്ചു. കർത്താവ്, ഈ പൈതൽ എന്നേക്കും നിനക്കുള്ളവനായി നിനക്കുള്ളവളായിട്ട് ഇരിപ്പാൻ കർമ്മ ചെയ്യണമേ, അനുഗ്രഹിക്കണമേ എന്നൊക്കെ പറഞ്ഞു ഈ കൊച്ചിനെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞു. സമർപ്പിച്ചു. നിങ്ങളെ അന്ന് ഈ മധുവൈക്യത്തെ കൊണ്ട് എന്ത് ചെയ്തു? ദൈവത്തിന് സമർപ്പിച്ചു. ദൈവത്തിന് പിന്നെ സമർപ്പിച്ച് നമ്മൾ എന്തെങ്കിലും സമർപ്പിച്ച പിന്നെ എന്ത് ചെയ്യുക? സമർപ്പിച്ച പിന്നെ എന്ത് ചെയ്യണം? സമർപ്പിച്ചതിനാക്കെ വെച്ചാൽ എപ്പോഴും അവിടെ തന്നെ കാണുള്ളൂ. അതതിൻ്റെ ഒരു ശ്രദ്ധയോടെ പ്രായമുള്ളവർ ശ്രദ്ധിച്ചോളൂ, നോ പ്രോബ്ലം. സമർപ്പിച്ച് കഴിഞ്ഞാൽ കൊച്ച് എപ്പോഴും അവിടെ തന്നെ കാണണം അല്ലേ? ദൈവത്തിന് സമർപ്പിച്ചാൽ പൈതൽ എവിടെയാണ്? ദൈവ പൈതലായതുകൊണ്ട് ദൈവവാലയത്തിൽ തന്നെ എപ്പോഴും കാണും. പക്ഷേ നിങ്ങൾ കുഞ്ഞുങ്ങളല്ലേ, അതുകൊണ്ട് അച്ഛനെന്ത് ചെയ്തു? നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ കയ്യിലേക്ക് ആ കൊച്ചിനെ തന്നു. അപ്പോൾ നിങ്ങൾ സന്തോഷത്തോടെ എന്ത് ചെയ്തു? കൊച്ചിനെ സ്വീകരിച്ചു. പോകാനായിട്ട് തുടങ്ങിയപ്പോൾ അച്ഛൻ പറഞ്ഞു, ദേ പോകരുത്, നിൽക്ക്, ചില കാര്യങ്ങളോടെയാണ്. ഈ കൊച്ച് ആരാണിപ്പോൾ? ഈ കൊച്ചാരാണ്? ദൈവ പൈതലാണ്. ആലയത്തിൽ കൊണ്ടുവരുന്നിടം വരെ ഇതൊരു സാധാരണ കുഞ്ഞായിരുന്നു, സാധാരണ മനുഷ്യ കുഞ്ഞായിരുന്നു. ഇന്നു മുതൽ ഈ പൈതൽ ദൈവ പൈതലാണ്. അതുകൊണ്ട് ഈ പൈതലിനെ നിങ്ങൾ കൊണ്ടുപോയി ദൈവ പൈതലായിട്ട് തന്നെ വളർത്തണം. ശ്രദ്ധിച്ചോണം, ദൈവ പൈതലായിട്ട് തന്നെ വളർത്തിക്കൊള്ളണം. ഈ കൊച്ച് നിങ്ങളുടെ ഏതെങ്കിലും പ്രവർത്തി മൂലം തെറ്റിപ്പോകാനായിട്ട്, വഴിതെറ്റിപ്പോകാനായിട്ട് ഇടയാകരുത്. നിങ്ങളുടെ സംസാരമോ നിങ്ങളുടെ ഇടപെടലോ രീതികളോ കണ്ട് ഈ കൊച്ച് ഒരു മോശമായൊരു പ്രവൃത്തി ഇവൻ്റെ ആയുസ്സിൽ പഠിക്കാനായിട്ട് ഇടയാകരുത്. നിങ്ങളുടെ വീട്ടിൽ ഈ കൊച്ചിനെ കർത്താവിൻ്റെ പ്രാർത്ഥന എന്ത് ചെയ്യണം? പഠിപ്പിക്കണം. ഈ കൊച്ചിനെ 10 കൽപ്പന എന്ത് ചെയ്യണം? പഠിപ്പിക്കണം. ഈ കൊച്ചിനെ വിശ്വാസ പ്രമാണം എന്ത് ചെയ്യണം? പഠിപ്പിക്കണം. പിന്നെ ഒരു ക്രിസ്ത്യാനി അവൻ്റെ ആത്മാവിൻ്റെ സൗഖ്യത്തിനായി രക്ഷയ്ക്ക് വേണ്ടി അറിഞ്ഞു വിശ്വസിക്കേണ്ടുന്ന സകല സംഗതികളും എന്ത് ചെയ്യണം? ഈ കൊച്ചിനെ പഠിപ്പിക്കണം. ഇവയെല്ലാം പഠിപ്പിച്ചതിന് ശേഷം സ്ഥിരീകരിപ്പാനായിട്ട് എപ്പിസ്കോപ്പയുടെ അടുക്കൽ കൊണ്ടുചെല്ലാനും എന്ത് ചെയ്യണം? നിങ്ങൾ കരുതിക്കൊള്ളണം. എന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചു, ഈ കാര്യങ്ങളെല്ലാം പഠിപ്പിപ്പാനും ചെയ്യുവാൻ നിങ്ങൾ ബദ്ധശ്രദ്ധരായിരിക്കുമോ? തീർച്ചയായിട്ടും ഞങ്ങൾ ചെയ്യും അച്ഛാ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിള്ളേരെ കൊണ്ടുപോയി, നിങ്ങളെ കൊണ്ടുപോയി. ഇന്നാണ് ആ ദിവസം, ഇന്നാണ് ആ സുദിനം. ഏത്? നിങ്ങളെ ഈ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചതിന് ശേഷം സ്ഥിരീകരിക്കാനായിട്ട് എപ്പിസ്കോപ്പ എന്ന് പറഞ്ഞാൽ ബിഷപ്പിൻ്റെ അടുത്ത് കൊണ്ടുവന്നിരിക്കുക അല്ലേ? അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അന്ന് നിങ്ങളുടെ മാതാപിതാക്കന്മാരോടും ജ്ഞാനപിതാക്കന്മാരോടും പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അതെല്ലാം പഠിച്ചോ എന്നാണ്, നിങ്ങൾ സ്വന്തമായിട്ട് പഠിച്ചോ എന്നാണ് ഇവിടുത്തെ ചോദ്യത്തിൻ്റെ ആകത്തുക എന്ന് പറഞ്ഞത്. അതാണ് ഞാൻ ഇപ്പോൾ പറയുന്നതും അല്ല ഇന്ന് പറയുന്ന പ്രസംഗവും പിന്നീട് ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, അന്ന് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മാതാപിതാക്കന്മാരും അവർ ചില തീരുമാനങ്ങളെടുത്തതാണ്. ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് പറഞ്ഞാൽ ഇങ്ങനെ പറയാം, ഞങ്ങളുടെ ജീവിതകാലത്ത് എന്ത് ചെയ്യത്തില്ല, ഈ കുഞ്ഞ് വഴിതെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ലഹരി പദാർത്ഥങ്ങൾ എന്ത് ചെയ്യത്തില്ല, ഉപയോഗിക്കുന്നു. അങ്ങനെയൊന്നും പറഞ്ഞില്ല, പക്ഷേ ഞാൻ ഇപ്പോഴത്തെ വേർഷനിൽ ഇങ്ങനെ പറയാം, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കത്തില്ല. ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളുടെ മാതാപിതാക്കന്മാരും ജ്ഞാനപിതാക്കന്മാരും ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എല്ലാവരും കേട്ടല്ലോ ചോദ്യം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ലഹരി വസ്തുക്കൾ അതിനകത്ത് പാനീയമുണ്ട്, പാനീയമല്ലാത്തതുണ്ട്, എല്ലാം ഉണ്ട്. മണപ്പിക്കുന്നുണ്ട് അല്ലേ? പല്ലിൻ്റെ ഇടയിൽ വെക്കുന്നു, നാക്കിൻ്റെ ഇടയിൽ വെക്കുന്നു, ചെവിയുടെ പുറകിൽ വെക്കുന്നു, ഇത് എല്ലാം ഉണ്ട്. ഇഞ്ചക്ഷൻ ഉണ്ട്, തൂക്കുന്ന പൊടിയുണ്ട്, മണപ്പിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. അതിൻ്റെ എന്തെങ്കിലും നിങ്ങളുടെ ഈ പറഞ്ഞ ആൾക്കാർ ചെയ്യുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്.
അങ്ങനെ നിങ്ങൾ കണ്ട് വഴിതെറ്റി പോകാതിരിക്കാൻ വേണ്ടി ഞങ്ങളത് ചെയ്യത്തില്ല എന്നും പറഞ്ഞാണ് അവർ പോയത് കേട്ടോ. ഞാനൊരു ഉദാഹരണം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നിങ്ങളിൽ പലരും, ഞാൻ ഉൾപ്പെടെ, പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ജ്ഞാനപാതകന്മാരായിട്ട് ഇരിക്കാറുണ്ട് അല്ലേ. നമ്മൾ ജ്ഞാനപാതകന്മാരായിട്ട് ഇരുന്ന കുഞ്ഞുങ്ങളുടെ മുമ്പാകെ എന്ത് ചെയ്യരുത്? ഒരു ചീത്തവർത്താനം പറയുകയോ മറ്റുള്ളവരുടെ കുറ്റം പറയുകയോ ഇങ്ങനെയുള്ള സ്വഭാവ ദൂഷ്യങ്ങൾ അവരുടെ മുമ്പാകെ കാണിക്കുകയോ ചെയ്യരുത്. കാരണം നിങ്ങളുടെ ആ പ്രവൃത്തി കാണുമ്പോൾ അവരെന്നെ ഓർക്കും, അപ്പോൾ ഇതൊക്കെ സാധാരണ ഉള്ളതാണെന്ന് വിചാരിച്ച് അവരും എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, ഇതെല്ലാം ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്യത്തില്ല എന്നും പറഞ്ഞാണ് അവരെന്ത് ചെയ്ത് ഇവിടുന്ന് നിങ്ങളെ കൊണ്ട് പോയത്. അതുകൊണ്ട് ഞാൻ ചോദിച്ചത് മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കണ്ടാലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇപ്പോഴത്തെ സാഹചര്യം നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ തിരിച്ചങ്ങോട്ട് പോകേണ്ടതാണ്, നമ്മൾ വീട്ടിൽ പോകേണ്ടതാണ്. അപ്പം അവിടെ ചെല്ലുമ്പോൾ ആകെ പ്രശ്നമാവും അല്ലേ. അതുകൊണ്ട് പറയാനും പറ്റത്തില്ല. എന്നിരുന്നാലും നിങ്ങൾ അങ്ങനെ കണ്ടിട്ടില്ല എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഇനി മേലാൽ അവരുടെ പ്രതിജ്ഞ നിങ്ങളെടുക്കുകയാണ്, ഞങ്ങളും എന്ത് ചെയ്തില്ല, ഈ വക കാര്യങ്ങളൊന്നും ഉപയോഗിക്കും. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് എന്ത് ചെയ്യും, നടക്കും എന്നുള്ളതാണ് മറ്റൊരു സംഗതി. ദൈവവചനം എന്ത് ചെയ്യും, എല്ലാ ദിവസവും വായിക്കും എന്നുള്ളതാണ് മറ്റൊരു സംഗതി. എല്ലാ ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. എല്ലാ വിശുദ്ധ ദിവസങ്ങളിലും ദേവാലയത്തിൽ പോകും എന്നതാണ് മറ്റൊരു പ്രത്യേകത. സഹ വിശ്വാസികളോട് ചേർന്ന് നല്ലൊരു കൂട്ടായ്മ ബന്ധം ഉണ്ടായിരിക്കും, കാത്തു സൂക്ഷിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അങ്ങനെ ധാരാളം കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളിവിടെ പ്രതിജ്ഞ ചെയ്തുകൊണ്ട് പോവുകയാണ് എന്ന് ഓർക്കുക. ഓക്കെ, ഇന്ന് സുവിശേഷ വേദഭാഗമായിട്ട് വായിച്ച അതേത് ഭാഗമായിരുന്നു സുവിശേഷം ഇന്ന് വായിച്ചത്? കേട്ടില്ല, നിങ്ങളെന്ന് പറഞ്ഞ് സുവിശേഷം വായിച്ചേതാ? ഒന്നെടുത്തേ, വേഗം എടുത്തേ, കുട്ടികൾ മാത്രം. സുവിശേഷം എടുത്തേ വേഗം. ആദ്യം എടുത്തവർക്ക് വായിക്കാം. ഇന്നത്തെ സുവിശേഷ വേദഭാഗത്തിൽ ആ ഭാഗം മൂന്ന് വാക്യങ്ങളേ ഉള്ളൂ, അതൊന്ന് വായിക്കാം. ആദ്യത്തെ 2 വാക്യങ്ങൾ വായിക്കാം. വായിച്ചു. റെഫറൻസ് പറഞ്ഞ മോളെ. 15 മാത്രം വായിച്ചാൽ മതി. വായിച്ചു മതി. കേട്ടല്ലോ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനയെ കാത്തുകൊള്ളുക. ആര് പറഞ്ഞതാണെന്നറിയാമോ? അത് ആര് പറഞ്ഞതാ? ഹലോ, ആര് പറഞ്ഞതാ അത്? അല്ലെങ്കിൽ ആരായിരിക്കും പറഞ്ഞത്? ആൺകുട്ടികൾ പറഞ്ഞേ, അതാര് പറഞ്ഞതാ? ഉറക്കെ പറയുന്നേ. ആര്? യേശു. നേരാണോ മക്കളെ? യേശുവാണോ പറഞ്ഞത്? ഓക്കെ, എന്നാ പറഞ്ഞത്? നിങ്ങൾ എന്നെ, യേശുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ യേശുവിൻ്റെ കൽപ്പനകൾ കാത്തുകൊള്ളും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ കാത്തുകൊള്ളും അല്ലേ. നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നുണ്ടോ? യേശുവിനെ സ്നേഹിക്കുന്നവർ കൈപൊക്കിക്കേ. യേശുവിനെ സ്നേഹിക്കുന്നവർ കൈപൊക്കിക്കേ. ഓക്കെ, എല്ലാവരും യേശുവിനെ സ്നേഹിക്കുന്നുണ്ട്. യേശുവിനെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? ഉറക്കെ പറയാം, സമയം പോകും. യേശുവിൻ്റെ കൽപ്പനകൾ കാത്തുകൊള്ളും അല്ലെ, ദൈവത്തിൻ്റെ കൽപ്പനകൾ കാത്തുകൊള്ളും അല്ലേ. കൽപ്പനകൾ എത്രയുണ്ട്? 10 കൽപ്പന അല്ലേ. ആ 10 കൽപ്പനയും നമ്മൾ എന്ത് ചെയ്യും? യേശുവിനെ നമ്മൾ സ്നേഹിക്കുന്നുവെങ്കിൽ, ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്ത് ചെയ്യും? ആ കൽപ്പനകൾ കാത്തുകൊള്ളും. കാത്തുകൊള്ളുക എന്ന് പറഞ്ഞാൽ എന്നാ? അനുസരിക്കുക എന്നാണ് അർത്ഥം. കാക്കുക എന്ന് പറഞ്ഞാൽ അനുസരിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ യേശുവിൻ്റെ കൽപ്പനകൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ പഠിക്കുന്നത് പോലെ 10 കൽപ്പനകൾ നമ്മൾ എന്ത് ചെയ്യും? ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട്, യേശുവിനോടുള്ള സ്നേഹം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അത് അനുസരിക്കും. അതാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം അല്ലേ. ഓക്കെ, 10 കൽപ്പനകൾ അറിയാമോ നിങ്ങൾക്ക്? 10 കൽപ്പന അറിയത്തില്ലാത്തവരത് കൈവയ്ക്കുക. 10 അറിയാവുന്നവരത് കൈവയ്ക്കുക. 10 കൽപ്പനകളും അറിയാം. ഓക്കെ, കൈതാത്തിട്ടോ. 9 എണ്ണം അറിയാവുന്നവർ കൈവയ്ക്കേ. വേറെ എത്ര എണ്ണം അറിയാം? എത്ര എണ്ണം അറിയാം? 5 4 5. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള 5 കൂടെ എന്ത് ചെയ്യണം? പഠിച്ചോണം കേട്ടോ. ഓക്കെ, അപ്പോൾ 10 കൽപ്പനകളും എന്ത് ചെയ്യണം? നമ്മൾ അനുസരിച്ചാൽ നമ്മൾ എങ്ങനെ ഉള്ളവരാകുന്ന യേശു പറഞ്ഞേ? യേശുവിനെ സ്നേഹിക്കുന്ന ആൾക്കാർ ആയിട്ട്.
അപ്പോൾ കൽപ്പന പഠിച്ചാൽ മാത്രമേ, അതനുസരിച്ചാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമ്മൾ യേശുവിനെ സ്നേഹിക്കുന്നു അല്ലെ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, പഠിക്കണം. ഓക്കെ. യേശുവിനെ സ്നേഹിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കൽപ്പനകൾ അനുസരിക്കണം. എന്ത് ചെയ്യണം? ചോദ്യം മനസ്സിലാക്കണേ. ഓക്കെ. കൽപ്പനകൾ അനുസരിക്കണം. എന്ത് ചെയ്യണം? യേശുവിനെ സ്നേഹിക്കണം. യേശുവിനെ സ്നേഹിക്കണം. എന്ത് ചെയ്യണം? ഇതിങ്ങനെ ചോദിച്ചു പറഞ്ഞുകൊണ്ടിരുന്നാൽ 4 മണിയായാലും എന്ത് ചെയ്തില്ല, ഇവിടെ നമുക്ക് പോകാൻ പറ്റത്തില്ല അല്ലേ. ഓക്കെ. കൽപ്പനകൾ അനുസരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എൻ്റെ ചോദ്യം അല്ലേ. കൽപ്പനകൾ അനുസരിക്കണം. എന്ത് ചെയ്യണം? ആ കൽപ്പന പഠിക്കണം അല്ലേ. കൽപ്പന പഠിച്ചാലേ കൽപ്പനയെക്കുറിച്ച് അനുസരിക്കാൻ പറ്റും അല്ലേ. അനുസരിക്കേണ്ടുന്ന കൽപ്പനകൾ ഏതാണെന്ന് എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കണം. അതായത് ഈ 10 കൽപ്പന നമ്മൾ പഠിക്കണം. ഓക്കെ. അത് നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അത് അനുസരിക്കാനായിട്ട് പറ്റത്തില്ല. ഓക്കെ. നമ്മളൊന്ന് നോക്കുവാണെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളൊക്കെ ദൈവമക്കളാണ്, ദൈവത്തിൽ വിശ്വസിക്കുന്ന, ആഴമായി വിശ്വസിക്കുന്ന ആൾക്കാരാണ്. മൊത്തം നോക്കിയാൽ ഈ പ്രപഞ്ചത്തിൽ എല്ലാം ചില നിയമങ്ങൾക്കും വിധേയപ്പെട്ടാണ് എന്ത് ചെയ്യുന്നത്, പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോരോ നിയമങ്ങൾക്ക് വിധേയപ്പെട്ടാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ഇന്നിപ്പോൾ സമയം എത്രയായി? ഇപ്പം സമയം 10:15 അല്ലേ. 10:15 സമയം. 1 മണിക്കൂറോടെ കഴിയുമ്പോൾ എത്രയായി? 11:15. നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്ത് ചെയ്യും, 1 മണിക്കൂർ കഴിയുമ്പോൾ എന്ത് ചെയ്യും, 11:15. ഓക്കെ. രാത്രിയാണെങ്കിലോ, രാത്രി 10 മണി നമ്മൾ പറഞ്ഞാൽ എത്രയായി? അന്ന് പകലുണ്ടോ, വെളിച്ചമുണ്ടോ? ഇല്ല അല്ലേ. നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല എന്ത് ചെയ്യും, അന്നേരം രാത്രിയായി അല്ലേ. നേരം വെളുക്കുന്നു, ഇരുളുന്നു, നേരം വെളുക്കുന്നു, ഇരുളുന്നു. അങ്ങനെ കുറേ നാൾ ഇരുണ്ടും വെളിച്ചും ഒരാഴ്ച എന്ത് ചെയ്യുന്നു, തീരും. അങ്ങനെ പല ആഴ്ച കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, 30 ദിവസം എന്ത് ചെയ്യുന്നു, തീരും. അങ്ങനെ പല 30 ദിവസങ്ങൾ കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, ഒരു വർഷം തീരുന്നു. നമ്മൾ മനസ്സിലാക്കുന്നു, നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നു, ഭൂമി അതിൻ്റെ സ്വയം അച്ചുതണ്ടിൽ ഒന്ന് കറങ്ങുമ്പോൾ ഒരു ദിവസവും, അത് ആകമാനമായിട്ട് ആ കറക്കത്തോടു കൂടെ സൂര്യനെ വലം വെക്കുമ്പോൾ ഒരു വർഷവും ഉണ്ടാകും അല്ലേ. വർഷങ്ങൾ എങ്ങനെ കറക്കത്തിനനുസരിച്ച് ചെയ്യുന്നു, വേനലുണ്ടാകുന്നു, വർഷമുണ്ടാകുന്നു അല്ലേ. ഭൂമിയിൽ പൂക്കളുണ്ടാകുന്നു, സസ്യങ്ങളുണ്ടാകുന്നു, കായ്കളുണ്ടാകുന്നു. ഇതെല്ലാം അത് അങ്ങ് കൃത്യമായിട്ട് പോയിക്കൊണ്ടിരിക്കുക, ഒരു നിശ്ചിത വ്യവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുക. ഭൂമിയിൽ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ, യൂണിവേഴ്സിൽ യാതൊരു വിധമായ കാര്യങ്ങളും ഒരു നിയമത്തിന് വിധേയപ്പെടാതെ പോകുന്നില്ല, അല്ലെങ്കിൽ ഒരു പ്രത്യേക പാറ്റേൺ അനുസരിച്ചാണ് പോകുന്നത്. ഓക്കെ. ഇനിയിപ്പോൾ മനുഷ്യരെ നോക്കാം. മനുഷ്യരെ നോക്കുന്ന ഓരോ വർഷം കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, നമ്മൾ പറയുന്നു പ്രായം കൂടുന്നു എന്ന് പറയുന്നു, ചിലർ പറയുന്നു പ്രായം കുറയുന്നു എന്ന് പറയുന്നു അല്ലേ. നമുക്ക് 2 കൂട്ടക്കാരുടെ കൂട്ടത്തിൽ നമുക്ക് കൂടാം അല്ലേ. വയസ്സ് കൂടുന്നുണ്ട്, പ്രായവും കൂടുന്നുണ്ട്, ആയുസ് എന്ത് ചെയ്യുന്നുണ്ട്, ആയുസ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ആയുസ് കുറയുന്നതാണ് നമ്മൾ പറയുന്നത് അല്ലേ. ഒരു കാര്യത്തിൽ നമുക്ക് സമാധാനമുണ്ട്, എത്ര ആയുസ് നമുക്കുണ്ടെന്ന് നേരത്തെ അറിയത്തില്ലാത്തതുകൊണ്ട് അത് നമ്മൾ അങ്ങനെ അംഗീകരിക്കാനും പറ്റത്തില്ല അല്ലേ. എത്ര ആയുസ്, ഇപ്പോൾ 100 വർഷം എന്ന് ഒരാൾക്ക് 100 വർഷം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം, ഒരു വർഷം കഴിയുമ്പോൾ എന്ത് ചെയ്യും, കൂടുകയോ കുറയുമോ, 101 ആകുമോ 99 ആകുമോ, പിന്നത്തെ ജീവിക്കാനുള്ള അവസരം ഒരു വർഷം കുറഞ്ഞ് 99 ആവില്ല, ആയുസ് കുറയാണ് ചെയ്യുന്നത്. ഓക്കെ. നമ്മൾ ജനിക്കുമ്പോൾ തൊട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ ആയുസ് ജീവിക്കാനായിട്ട് ദൈവം നിശ്ചയിച്ച സമയം എന്ത് ചെയ്യുന്നു, കുറഞ്ഞാണ് വരുന്നത്. നമ്മളതിന് പ്രായം കൂടുന്നതെന്ന് പറയുന്നു അല്ലേ. ഓക്കെ. എന്ത് വായിക്കട്ടെ, ഇതെല്ലാം വരുന്നത് ഒരു ക്രമമനുസരിച്ചാണ് പോകുന്നത്. ഓക്കെ. ഭൂമിയിൽ ധാരാളം രാജ്യങ്ങളുണ്ട് അല്ലേ. ലോകത്ത് ധാരാളം രാജ്യങ്ങൾ. എല്ലാ രാജ്യങ്ങളും ഒരുപോലെയാണോ? അല്ല. പല രാജ്യങ്ങൾ പല രീതിയിലാണ് ഇന്ന് ഭരിക്കപ്പെടുന്നത് അല്ലേ. നമ്മുടെ രാജ്യം ഏതാണ് ക്രമം? നമ്മുടെ രാജ്യം ഏത് ക്രമത്തിലാണ് പോകുന്നത്? നമുക്കൊരു ഭരണഘടനയുണ്ട് അല്ലേ, അതിന് വിരുദ്ധമായിട്ട് പോകാൻ പറ്റത്തില്ല. പിന്നെ പൊതുവായിട്ട് നമ്മളൊരു പോളിസി ഉണ്ട് അല്ലേ. ഏതാണ് നമ്മൾ പറയുന്ന പോളിസി? നമ്മുടെ ഭരണം അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടന ഏതിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നു? ജനാധിപത്യത്തിൽ, ഡെമോക്രസിയാണ് അല്ലേ. ഡെമോക്രസിയാണ് നമ്മൾ സ്വീകരിക്കുന്ന ശ്രേഷ്ഠമായ ആ ഒരു തത്വം എന്നുള്ളത്. ഓക്കെ. ഡെമോക്രസി ആണെങ്കിൽ അതിനൊരു നിശ്ചിത നിയമങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട് അല്ലേ. ഓക്കെ. അതെല്ലാം അങ്ങ് വിട്ടാൽ അതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. ഓക്കെ. നമ്മൾ റോഡിലേക്ക് ഇപ്പോൾ നമ്മൾ വണ്ടി എടുത്ത് ഇറങ്ങുന്നു, ഇന്ന് പിള്ളേരെല്ലാം ബൈക്ക് അതുപോലെ കാർ തുടങ്ങിയ ധാരാളം ഇപ്പോൾ ഉപയോഗിക്കുന്ന കാലഘട്ടമാണ്. നമുക്ക് വെറുതെ വണ്ടി ഓടിക്കാൻ, നമുക്ക് ഇഷ്ടം പോലെ റോഡിൽ കൂടെ വണ്ടി ഓടിക്കാൻ പറ്റുമോ കുഞ്ഞുങ്ങളെ? പറ്റുമോ? അതിനാ പറ്റാത്തേ? അതിനാ പറ്റാത്തേ? ആ, റോഡിൻ്റെ നിയമങ്ങളുണ്ട് അല്ലേ. റോഡിൻ്റെ നിയമങ്ങളുണ്ട്.
അതനുസരിച്ച് മാത്രമേ എന്ത് ചെയ്യാത്തുള്ളൂ, പോകാൻ പറ്റത്തുള്ളൂ. അത് തെറ്റിച്ചാൽ എന്ത് ചെയ്യും? അത് തെറ്റിച്ചാൽ നമുക്ക് അപകടമാണ്, അത് ശിക്ഷയും കൂടെയാണ്. അപകടമാണ്, ശിക്ഷയും കൂടെയാണ്. ഓക്കെ. അപ്പം നമുക്ക് ഏതെങ്കിലും നിയമം, എല്ലാത്തിനും ഒരു നിയമമുണ്ട്, അതനുസരിച്ചേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങോട്ട് ഇറങ്ങാനും ഇങ്ങോട്ട് ഇറങ്ങാനും, അങ്ങോട്ട് തിരിയാനും ഇങ്ങോട്ട് തിരിയാനും എല്ലാം എന്തുണ്ട്, എല്ലാം നിയമങ്ങളുണ്ട് അല്ലേ? ഓക്കെ. അതങ്ങനെ മനുഷ്യന്മാർ ജീവിക്കുന്നത് എങ്ങനെയാണ്? അവരെന്തെങ്കിലും തത്വത്തിനനുസരിച്ചായിരിക്കുമോ ജീവിക്കുന്നത്? നമ്മളിപ്പോൾ പത്രമൊക്കെ വായിക്കുമ്പോൾ രാവിലെ എഴുന്നേറ്റ് എൻ്റെ ദൈവമേ ഈ ലോകം എങ്ങോട്ടാണോ പോകുന്നതെന്ന് പ്രായമുള്ള ആൾക്കാരൊക്കെ പറഞ്ഞേക്കാം അല്ലേ? അവരെന്നെ അങ്ങനെ പറയുന്നത്? അയ്യോ ഞങ്ങളുടെ കാലത്തൊന്നും ഇതുപോലൊന്നും കേൾക്കാനില്ലായിരുന്നു. എന്നാ കേൾക്കരുത്? മകൻ അപ്പൻ്റെ തലയ്ക്ക് ചുറ്റി വെച്ച് അടിച്ചു കൊന്നു, അതാണ് കണ്ടത്. പണ്ട് കാലത്ത് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു അല്ലേ? ഇപ്പോൾ എന്ത് ചെയ്തു? ഇപ്പോൾ മക്കളെന്ത് ചെയ്തു? അപ്പൻ്റെ തലക്കിട്ട് അടി കൊടുത്ത് പോവാണ്. ദൈവമേ എന്തൊരു കാലം! അവരെന്നെ അങ്ങനെ പറഞ്ഞ കാര്യം എന്നായിരിക്കും? അതിന് അപ്പൻ്റെ തലയ്ക്ക് ചുറ്റി വെച്ച് അടിച്ചാൽ തന്നെ കുഴപ്പം? മക്കൾക്ക് അങ്ങനെ ചെയ്യാവോ? ചെയ്യാവോ? അതിനാ ചെയ്യാൻ പാടില്ലത്? ആൾക്കാർ ചെയ്യുന്നത് അതെന്തോ ഒരു ക്രമത്തിന് തെറ്റാണ് അല്ലേ? ഏതോ ഒരു രീതിക്ക് തെറ്റാണ്. ഒരു സന്തോഷകരമായൊരു പോക്കിന്, ഒരു നല്ല നടപ്പിന് തെറ്റാണ് അല്ലേ? ഓക്കെ. നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. എന്നാ കാരണം? എല്ലാവരും ഫ്രീ ആയിട്ടിരിക്കാൻ ചോദിച്ച് ഉത്തരം പറഞ്ഞാൽ എന്ത് ചെയ്യത്തുള്ളൂ? നിങ്ങൾക്ക് കാര്യങ്ങൾ എന്തെങ്കിലും മനസ്സിലാകത്തുള്ളൂ. ഇങ്ങനെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്തില്ല, ഒന്നും പിടികിട്ടത്തില്ല. ആലോചിക്കണം. നമ്മൾ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾ ആ കൂട്ടത്തിൽ, എൻ്റെ കൂട്ടത്തിൽ നിൽക്കണം. നിങ്ങൾ പറയുന്നു നിങ്ങളുടെ പേരൻസിനും പപ്പായ്ക്കും മമ്മിക്കും ഡാഡിക്കും മമ്മിക്കും തലക്കെട്ട് എന്ത് ചെയ്യത്തില്ല, ചുറ്റുമായിട്ട് അടിക്കാൻ പറ്റത്തില്ലെന്ന് അല്ലേ? ആരോഗ്യമില്ലാഞ്ഞിട്ടാണോ? അല്ല, ആരോഗ്യം അവരെക്കാൾ കൂടുതൽ നിങ്ങൾക്കായിരിക്കും അല്ലേ? പക്ഷെ എന്തുകൊണ്ടാണ് ചെയ്യത്തില്ലെന്ന് നിങ്ങൾ പറയുന്നു? എന്തുകൊണ്ട് എന്നാണ് എൻ്റെ ചോദ്യം. അതെന്നത്? ഓ പ്രൈസ് ലോർഡ്, നിങ്ങൾ കൽപ്പനയൊക്കെ പഠിച്ചിട്ടില്ലേ? എന്നിട്ട് അപ്പനെയും അമ്മയും ബഹുമാനിക്കുക അല്ലേ? തലക്കെട്ട് കുട്ടുകൂടി വെച്ച് അടിച്ചിട്ടല്ല എന്ന് പറയുന്നത്, അപ്പനെയും അമ്മയും ബഹുമാനിക്കുന്നു. അപ്പനോടും അമ്മയോടും ചീത്ത പറഞ്ഞിട്ടല്ല, അപ്പനെയും അമ്മയും ബഹുമാനിക്കുന്നു. ഓർത്തണം. അപ്പോൾ നമ്മൾ ചില കൽപ്പനകൾക്കും ചട്ടങ്ങൾക്കും വിധേയപ്പെട്ടാണ് എന്ത് ചെയ്യുന്നത്, പോകുന്നത് അല്ലേ? അതിന് വിശ്വാസപരമായ കാര്യം പറഞ്ഞാലോ, വിശ്വാസം ഇപ്പോൾ നമ്മൾ ഏത് പള്ളിക്കാരാ? CSI പള്ളി. CSI എന്ന് പറഞ്ഞാൽ എന്താ? ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ. ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താ മലയാളത്തിൽ? ദക്ഷിണേന്ത്യ സഭ അല്ലേ? ഓക്കെ. ദക്ഷിണേന്ത്യ സഭയാണെങ്കിൽ ഇത് ഏതെല്ലാം സംസ്ഥാനങ്ങളിലുണ്ട് ഇന്ത്യയിൽ? കേരളത്തിൽ തീർച്ചയായിട്ടും ഉണ്ട്, കാരണം നമ്മൾ കേരളത്തിലാണല്ലോ. ഓക്കെ. പിന്നെ തമിഴ്നാട്, കർണാടക, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്. ഓക്കെ. കേരളത്തിൽ ഇന്ത്യയിലല്ലാതെ ഒരു രാജ്യത്തും കൂടെ ഉണ്ടല്ലോ. അത് എവിടെയാ? ശ്രീലങ്കയിലെ ജാഫ്നയിൽ. ഓക്കെ. നമ്മുടെ സഭ എന്നാ ഉണ്ടായത്? 1947 സെപ്റ്റംബർ മാസം 27 അല്ലേ? ഓക്കെ. അതിനു മുമ്പ് നമ്മുടെ സഭ ഉണ്ടായിരുന്നോ? നമ്മുടെ പേരൻസൊക്കെ അതിനേക്കാളും മുമ്പ് സഭയിലുള്ള ആൾക്കാരാണ് അല്ലേ? നമ്മുടെ ഈ പ്രദേശം, മേലുവ പ്രദേശങ്ങളിലൊക്കെ സുവിശേഷം വന്നതിന് ഏതാണ്ട് 200ഓളം വർഷം ആയി അല്ലേ? നമ്മുടെ സഭ ഉണ്ടായിട്ട് എത്ര വർഷമായുള്ളൂ? 80 കൂടിക്കുക, എല്ലാം കൂടെ കൂട്ടി 80, കണക്കോട്ട എളുപ്പത്തിൽ അല്ലേ? 80 വർഷം. അത് സഭ നമ്മുടെ ഇവിടെ സുവിശേഷം വന്നിട്ട് ക്രിസ്ത്യാനികൾ ഉണ്ടായിട്ട് എത്രയായി? 200ഓളം വർഷമായി, 176 വർഷങ്ങളായി. അപ്പം അതിന് മുമ്പ് ഈ 47 മുമ്പ് നമ്മുടെ സഭ ഏത് സഭയായി? പറഞ്ഞു, വേഗം പറയണം. 47 മുമ്പ് ഏത് സഭയായി? ഉറക്കെ പറ. CMS. ഓക്കെ. CMS എന്ന് പറഞ്ഞാൽ എന്താ? പറഞ്ഞു, അറിയാത്ത പോലെ പറഞ്ഞാൽ മതി. CMS എന്ന് പറഞ്ഞാൽ എന്താ? ചർച്ച് മിഷണറി സൊസൈറ്റി. ചർച്ച് മിഷണറി സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അതെന്നാ സൊസൈറ്റിയാ? എന്നതാ? തിരുമേനി ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾ പഠിച്ചിട്ടുമുണ്ട്,
പഠിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും തിരുമേനി ചോദിക്കുക, അതിക്കൊണ്ട് വളഞ്ഞ ചോദ്യമൊക്കെ ചോദിക്കുന്നത് എന്നാ തിരുമേനി അല്ലേ? തിരുമേനി ഇത് കഴിയുമ്പോൾ ഇറങ്ങി വാ, ഞങ്ങൾക്ക് 2 വാക്ക് പറയാനുള്ളത്. ചർച്ച് മിഷൻ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താ? പറഞ്ഞു, അറിയാവുന്നവർ പറഞ്ഞു. തെറ്റാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ പറഞ്ഞല്ലോ. മിഷനറിമാരുടെ കൂട്ടം. അത് മിഷനറിമാരുടെ കൂട്ടം എന്ന് പറഞ്ഞാൽ ഓക്കെ, ഞാൻ തന്നെ പറയാം. ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ മിഷനറി വിങ് ആണ് CMS എന്ന് പറഞ്ഞാൽ ചർച്ച് മിഷൻ സൊസൈറ്റി എന്ന് പറയും. ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ മിഷനറി വിങ് എന്ന് നമ്മൾ എളുപ്പത്തിൽ നമ്മൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ CMS എന്ന് പറയുന്ന മിഷൻ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഭാഗമാണ്, ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ ഭാഗമാണ്. എളുപ്പം മനസ്സിലാക്കാൻ ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ ഭാഗമാണ്. നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെയും സുവിശേഷ വേല ചെയ്തത് ഈ CMS മിഷനറിമാരാണ്. അതുകൊണ്ട് അവരുടെ സഭയുടെ പ്രാർത്ഥനകളും കാര്യങ്ങളാണ് എന്ത് ചെയ്തത് നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് നമ്മളൊക്കെ പൊതുവേ ഏത് സഭക്കാർ, ഏത് പാരമ്പര്യം എന്ന് അറിയപ്പെടുന്നു? നമ്മളൊക്കെ ആംഗ്ലിക്കൻ പാരമ്പര്യം എന്ന് അറിയപ്പെടുന്നു. ആംഗ്ലിക്കൻ പാരമ്പര്യം. കേരളത്തിൽ പ്രധാനമായും വളരെ കൃത്യമായിട്ടുള്ള 3 പാരമ്പര്യങ്ങളുണ്ട്. ഒന്ന് CMS പാരമ്പര്യമാണ്, മറ്റൊന്ന് LMS പാരമ്പര്യമാണ്, മറ്റൊന്ന് ബാസൽ മിഷൻ്റെ BMS പാരമ്പര്യമാണ്. ഇത് വളരെ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റ് പോലെ തന്നെ കൃത്യമായി നമ്മുടെ സംസ്ഥാനത്തെ തിരിച്ച് 3 മേഖലയിലായിട്ട് കേരളത്തിൻ്റെ മധ്യഭാഗത്ത് CMSനും തെക്കൻ ഭാഗത്ത് LMSനും വടക്കൻ ഭാഗത്ത് BMSനും പ്രവർത്തിച്ചു. അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മിഷണന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഒരാളോട് തന്നെ പലരും ചെന്ന് പറയുന്നത് അത് ശരിയല്ല എന്ന് അന്നത്തെ മിഷൻ പ്രവർത്തകരെ ഒരുമിച്ച് ആലോചിക്കുകയും അതുകൊണ്ട് ഓരോരുത്തർക്ക് സ്ഥലം പ്രത്യേകമായി കൊടുക്കുകയും അവിടെ അവരുടെ രീതി അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു. അങ്ങനെ 3 വ്യത്യസ്തമായ സഭാ പാരമ്പര്യങ്ങൾ കേരളത്തിൽ തന്നെ ഇന്ത്യയായി ഉണ്ടായി എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് തിരുവനന്തപുരം നമ്മുടെ ക്രൈസ്റ്റ് ചർച്ച് അല്ലാതെ മറ്റ് സഭകളിൽ പോയി നമ്മൾ ആരാധന കൂടുമ്പോൾ ആരാധനയൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾ പ്രായമുള്ളവർക്കൊക്കെ അറിയാം, നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും. അതങ്ങനെയാണ് വന്നത്. ഓക്കെ. അപ്പോൾ 1947 എന്ത് ചെയ്തു? ഈ വ്യത്യസ്ത പാരമ്പര്യങ്ങളെല്ലാം കൂടെ ഒന്നായി തീർന്നു അല്ലേ? നമ്മുടെ സഭ ഒരു സഭയായി തീർന്നു. അതായത് CSI രൂപീകൃതമായി. ഓക്കെ. ഏതെല്ലാം പാരമ്പര്യങ്ങളാണ് ഒന്നായി തീർന്നത്? ആംഗ്ലിക്കൻ, കോൺഗ്രിഗേഷൻ, പ്രസ്ബിറ്റേറിയൻ, പിന്നെ മെത്തഡിസ്റ്റ്. ഈ 4 പ്രധാനപ്പെട്ട സഭാ പാരമ്പര്യങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഒന്ന് ആംഗ്ലിക്കൻ, പ്രസ്ബിറ്റേറിയൻ, കോൺഗ്രിഗേഷൻ, മെത്തഡിസ്റ്റ്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ബിഷപ്പന്മാരുള്ള പള്ളികളും അല്ലെങ്കിൽ എപ്പിസ്കോപ്പൽ സഭകളും ബിഷപ്പന്മാരില്ലാതെ അച്ഛന്മാരുണ്ടായിരുന്ന പള്ളികൾ പ്രസ്ബിറ്റേറിയൻ സഭകളും ഇത് രണ്ടുമില്ലാത്ത കോൺഗ്രിഗേഷൻ സഭകളും പിന്നെ മെത്തഡിസ്റ്റ് സഭയും കൂടെ ചേർന്നാണ് CSI എന്ന ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന ഐക്യസഭ 1947 രൂപീകൃതമായി. ഓക്കെ, മറന്നു പോകരുത്. അതാണ് നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ ഒറ്റ സഭയല്ല, പിന്നെയോ ഒന്നായി തീർന്ന സഭയാണ്. CSI ഒറ്റ സഭയല്ല, പിന്നെയോ ഒന്നായി തീർന്ന സഭയാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. അതാണ് മറ്റ് സഭകളിൽ നമ്മെ വേർതിരിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം എന്ന് മറന്നു പോകരുത്. ഇപ്പോൾ മാർത്തോമാ സിറിയൻ ചർച്ച് എന്ന് പറഞ്ഞാൽ അത് ഒരൊറ്റ സഭയാണ്. ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് എന്ന് പറഞ്ഞാൽ ഒറ്റ സഭയാണ്. റോമൻ കാത്തലിക് എന്ന് പറഞ്ഞാൽ അത് ഒറ്റ സഭയാണ്. അപ്പോൾ അതെല്ലാം ഒറ്റ സഭകളാണ്. നമ്മുടെ സഭയുടെ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ സഭ ഒന്നായി തീർന്ന സഭയാണ്. അന്ന് ഈ 4 പാരമ്പര്യങ്ങളാണ് ഒന്നായി തീർന്നതെങ്കിൽ പിന്നീട് അനേക ആൾക്കാരെന്ത് ചെയ്തു? വ്യത്യസ്തമായ സഭകളിൽ നിന്ന് ഈ സഭയിൽ അംഗത്വം എടുത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ വിഭാഗം ആൾക്കാരെ ഉൾക്കൊള്ളുന്ന ഒരു സഭ, ഒരു ഐക്യസഭയാണ് നമ്മുടെ സഭ എന്ന് നമ്മൾ ഓർത്തിരിക്കണം. നമ്മുടെ സഭ ഒന്നായി തീർന്ന സഭയാണ്, ഒറ്റ സഭയല്ല, ഒന്നായി തീർന്ന സഭയാണ്. ഓക്കെ. നമ്മുടെ സഭയിൽ എത്ര ഭാഷക്കാർ കാണുമായിരിക്കും? മൊത്തം CSI നോക്കിക്കഴിഞ്ഞാൽ എത്ര ഭാഷക്കാർ കാണും? മലയാളക്കാർ തീർച്ചയായിട്ടും ഉണ്ട് അല്ലേ? മലയാളികൾ തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ പറഞ്ഞു, അറിയാവുന്ന പോലെ പറഞ്ഞാൽ മതി. തമിഴുണ്ട്. ഓക്കെ. കന്നഡയുണ്ട്. നിങ്ങളുടെ ഓർമ്മയിൽ നിന്ന് ബുദ്ധി ഒന്ന് ഉപയോഗിച്ചേ. നമ്മൾ മുമ്പേ നിങ്ങൾ സംസ്ഥാനങ്ങളുടെ പേര് പറഞ്ഞല്ലോ. അത് ഇവിടെ മറുപടി പറയണം. നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു ഇൻ്റർവ്യൂവിനോ കാര്യങ്ങളോ എവിടെ ചെന്നാലും ചോദ്യം ചോദിച്ചാൽ ഉത്തരമാണ്. കൃത്യമായിട്ട് നീ ഉത്തരം പറയുക. ഉത്തരം പറയാത്തവരെ അവർക്ക് ആവശ്യമില്ല. ഓർത്തോണം. ഇവിടെ മാത്രമല്ല, എവിടെയാണെങ്കിലും ഒരു ഇൻ്റർവ്യൂ നിങ്ങൾ ചെന്നാൽ നിങ്ങൾ ചെല്ലുമ്പോൾ എന്ത് ചെയ്യണം? വളരെ നീറ്റായിട്ട് എന്ത് ചെയ്യണം? ഡ്രസ്സ് ചെയ്ത് ചെല്ലണം. നല്ല ഒറ്റ നോട്ടത്തിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവൻ കൊള്ളാം, ഇവൾ കൊള്ളാം എന്ന് അവർക്ക് തോന്നാതിരിക്കണം. നമ്മുടെ എക്സ്പ്രഷൻ, നമ്മുടെ പ്രത്യക്ഷപ്പെടൽ അങ്ങനെ ആയിരിക്കണം.
ചോദ്യം ചോദിച്ചാൽ എന്ത് ചെയ്യണം? അന്നേരം തന്നെ അതിന് ഉത്തരം പറയണം. എങ്കിൽ മാത്രമേ അവൻ മിടുക്കനാണ്, അവൾ മിടുക്കനാണെന്ന് അവർക്ക് മനസ്സിലാകത്തുള്ളൂ. അവർക്ക് മിടുക്കന്മാരെയും മിടുക്കികളെയും മാത്രം മതി. അല്ലാതെ ഉത്തരം പറയാത്തവരെയും ഞാൻ പറഞ്ഞിരിക്കുന്ന ആൾക്കാരെ ഒന്നും അവർക്ക് വേണ്ട. അലസന്മാരെ മടിയന്മാരെ ഒന്നും ഇന്നത്തെ സമൂഹത്തിൽ വേണ്ട. നമ്മൾ ഓർത്തിരിക്കണം. നല്ല നീറ്റായിട്ട് എന്ത് ചെയ്യുക? പ്രത്യക്ഷപ്പെടുക അവരുടെ അടുത്ത്. നമ്മളെ കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? കൊള്ളാം, ഇവൻ കൊള്ളാം എന്ന് അവർക്ക് തോന്നണം. ആ രീതിയിൽ നമ്മൾ എടുക്കണം. ചോദ്യം ചോദിച്ചാൽ എന്ത് ചെയ്യണം? ഉത്തരം പറയണം. അത് പള്ളി ചോദിച്ചാലും പുറത്ത് ചോദിച്ചാലും ഉത്തരം പറയണം. അത് നിങ്ങളെ അറിവ്, നിങ്ങളുടെ സാമർഥ്യം എല്ലാം ആ സംസാരത്തിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒത്തിരി കാര്യം അറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചോദിക്കുമ്പോൾ പറഞ്ഞില്ല എന്ത് ചെയ്തില്ല, ഒരു പ്രയോജനവും ഇല്ല. അതുകൊണ്ടാണ് ചോദ്യം ചോദിക്കുക ഉത്തരം പറയണം ഞാൻ പറഞ്ഞത്. ഇവിടെയും പുറത്ത് നിങ്ങൾക്കത് പ്രയോജനം ചെയ്യും. ഓക്കെ. ഈ സഭകൾ എത്ര സഭകൾ കാണും? നിങ്ങൾക്ക് അറിവുള്ള കുറച്ച് സഭകളുടെ പേര് പറഞ്ഞേ. CCS സഭയുടെ വേണ്ട, പിന്നെ സഭകളെ യാക്കോ ചർച്ച്, കാത്തലിക് ചർച്ച്, ഓർത്തഡോക്സ്, സിറോ മലബാർ, ഓക്കെ, മാർത്തോമാ സഭ, ഇഷ്ടം പോലെ സഭകളുണ്ട് അല്ലേ? പെന്തക്കോസ്റ്റൽ സഭകൾ ഇഷ്ടം പോലെ സഭകളുണ്ട് അല്ലേ? അപ്പോൾ ആ സഭയിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് നമ്മുടെ സഭ അല്ലേ? ഇവരെല്ലാവരും ആരെ ആരാധിക്കുന്നേ? അവരുടെ കർത്താവ് ആരാണ്? ഈ സഭക്കാരുടെ എല്ലാം കർത്താവ് ആരാണ്? യേശു കർത്താവ് അല്ലേ? നമ്മുടെയും കർത്താവ് ആരാണ്? യേശു കർത്താവ്. കർത്താവ് ഒരുവൻ എന്നാണ് നമ്മുടെ സഭയുടെ പ്രമാണം. കർത്താവ് ഒരുവൻ, വേദപുസ്തകത്തിലുള്ളതാണത്. കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന് അല്ലേ? അത് നമ്മുടെ പ്രമാണങ്ങളാണ്. ഓക്കെ. ഇതെല്ലാം ഒന്നാണ്. പിന്നെ ഇതിൻ്റെ വ്യത്യാസമുള്ള പേരുകൾ എങ്ങനെയാണ് അല്ലേ? ഓരോരോ കാലഘട്ടങ്ങളിൽ ഓരോരോ തിരുവചനം വായിച്ച് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ, പാരമ്പര്യങ്ങളുടെയും വിശ്വാസ ആചാരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, സഭകൾ രൂപപ്പെട്ടിരിക്കുന്നത്. എല്ലാ സഭകളും ആധാരമാക്കിയിരിക്കുന്നത് ഇത് തന്നെ, ഈ വേദവസ്തും തന്നെയാണ്. എല്ലാ സഭകളും ആരാധിക്കുന്നതും ഇതിൽ പറഞ്ഞിരിക്കുന്ന ദൈവത്തെ തന്നെയാണ്. പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോരോ കാലഘട്ടങ്ങളിൽ അവർ മനസ്സിലാക്കിയ സത്യങ്ങൾക്കനുസരിച്ച് ഓരോ ഗ്രൂപ്പുകളായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, സഭകൾ തിരിഞ്ഞിരിക്കുന്നു. അങ്ങനെ 1947 അന്നത്തെ സഭ നേതാക്കന്മാർക്ക് തോന്നി ഇങ്ങനെ പല പല പേരുകളിൽ നിൽക്കുന്നത് ശരിയല്ല എന്ന് തോന്നി. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ത്യ എന്നുള്ളത് ഒറ്റ രാജ്യമാണെങ്കിലും വളരെ വ്യത്യസ്തമായ പാരമ്പര്യങ്ങളുള്ള, വിശ്വാസ ആചാരങ്ങളുള്ള ഒരു പ്ലൂറലിറ്റിക് സൊസൈറ്റിയാണ്. ബഹുദൈവ, ബഹുവിശ്വാസ, ബഹുഭാഷ രീതികളുള്ള ഒരു മഹത്തായ രാജ്യമാണ് നമ്മുടെ രാജ്യം. നമ്മുടെ ഇവിടെ മിഷൻ പ്രവർത്തനങ്ങൾ തുടങ്ങിയപ്പോൾ അന്ന് അവർ അഭിമുഖീകരിച്ച ഒരു പ്രശ്നം, അന്നത്തെ വലിയ വലിയ നേതാക്കന്മാരെക്കുറിച്ച്, അവരുടെ വിശ്വാസ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അവർ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. മുമ്പേ പറഞ്ഞതുപോലെ CMSകാർ പറഞ്ഞു ഇതാ കർത്താവ് നിങ്ങൾ വിശ്വസിക്കണം, LMSകാരും വന്നു ഇതാ കർത്താവ് വിശ്വസിക്കണമെന്ന് പറഞ്ഞു, BMSകാരും പറഞ്ഞു ഇതാ കർത്താവ് വിശ്വസിക്കണമെന്ന് പറഞ്ഞു, മെത്തഡിസ്റ്റുകാരും പറഞ്ഞു ഇതേ ഞങ്ങൾ പറഞ്ഞ കർത്താവ് നിങ്ങൾ പറയണമെന്ന് പറഞ്ഞു. ഉടനെ അവർ ഇവരോടൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ 4 പേരും പറയുന്ന ആ കർത്താവ് ആരുടെ കർത്താവാണ് യഥാർത്ഥ കർത്താവ്? ക്രിസ്ത്യാനികൾ ചോദിച്ചില്ല, ക്രിസ്ത്യാനികളോട് മറ്റ് വിശ്വാസ ആൾക്കാർ ചോദിച്ചതാണ്. ഇവരിൽ ഏത് കർത്താവിലാണ് നിങ്ങൾ വിശ്വസിക്കണം? നിങ്ങളെല്ലാവരും 4 പേരും പറയുന്നു 4 കർത്താവിനെക്കുറിച്ച്, ഇതിലേത് കർത്താവാണ് യഥാർത്ഥ കർത്താവ്? അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രേഷ്ഠം എന്ന് വിചാരിച്ചിരുന്നുവെങ്കിലും ആ ചോദ്യത്തിൻ്റെ മുന്നിൽ എന്ത് ചെയ്തു പോയി? അവരാകെ പതറിപ്പോയി എന്നാണ് പിന്നീടുള്ള ചരിത്രം. അതുകൊണ്ട് അവർ പിന്നീട് ഒരു കാര്യം കൂടെ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യേ, സുവിശേഷമൊക്കെ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ അതിലൊരു ധാരണ എത്തിയിട്ട് വേണം ഞങ്ങളോട് പറയാനാണ്. പഠിപ്പുള്ള, സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ള ആൾക്കാർ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഈ കാര്യത്തിൽ എന്തിനൊരു അഭിപ്രായ സമന്വയം ഉണ്ടാകണം, നിങ്ങൾ ഒരുമിച്ച് ഒരു കർത്താവിനെ എന്തിനാ പ്രസംഗിക്കണം. പിന്നീടാണ് സഭ ഐക്യ പ്രസ്ഥാനങ്ങൾ ഉണ്ടായത് എന്ന് നമ്മൾ മറന്നുപോകരുത്. അതാണ് എൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. ഇന്ത്യ പോലൊരു രാജ്യത്ത് കർത്താവിനെ എല്ലാവരും ചേർന്ന് വ്യത്യസ്തരായി നിന്ന് പറയാൻ പറ്റത്തില്ല, ഒരുമിച്ച് നിന്ന് കർത്താവിനെ സാക്ഷിക്കണം എന്നുള്ള ചിന്ത വന്നുകൊണ്ടാണ് 1947 ഏതാണ്ട് 17 വർഷത്തെ നീണ്ട പ്രാർത്ഥനകൾക്കും ദൈവാശ്രയത്തിനും കണ്ണീരിനും ശേഷം 1947 നമ്മുടെ സഭ ഐക്യസഭ രൂപീകൃതമായി. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയുന്നു, നിങ്ങളോടും പറയുന്നു, ഇന്ന് നമുക്ക് ചേർന്ന് നിൽക്കാൻ പറ്റിയ ഒരേ ഒരു സഭ, ഏതൊരാൾക്കും ചേർന്ന് നിൽക്കാൻ പറ്റിയ, ഏത് ഭാഷക്കാരനായിക്കോട്ടെ, ഏത് വിഭാഗത്തിൽപ്പെട്ട ആളായിക്കോട്ടെ, സാമ്പത്തികമായിട്ട് ഏത് നിലവാരമുള്ള ആൾക്കാരായിക്കോട്ടെ, ആർക്കാണേലും ചേർന്ന് നിൽക്കാൻ പറ്റിയ ഒരേ ഒരു സഭ എന്ന് പറയുന്ന ഏത് സഭയാണ്? നമ്മുടെ CSI സഭയാണ്, ഐക്യസഭയാണ്. ഓക്കെ.
അതിനും ചില പ്രമാണങ്ങളുണ്ട് എന്ന് നമ്മൾ മറന്നു പോകാൻ. അതുകൊണ്ട് സഭ അതിൻ്റെ ഉപദേശങ്ങൾ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം? നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അതിനുള്ള അവസരമാണ് സ്ഥിരീകരണ ക്ലാസ് എന്ന് പറയുന്നത്. സ്ഥിരീകരണത്തിൽ അതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സ്നാനം, നമ്മുടെ സ്നാനം, CSI സഭയുടെ സ്നാനത്തിൻ്റെ പഠിപ്പിക്കലിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ചോദ്യം എന്നോട് പറയാം. CSI സഭയുടെ സ്നാനത്തിൻ്റെ പഠിപ്പിക്കലിനെക്കുറിച്ച് നിങ്ങൾ എന്ത് മനസ്സിലാക്കിയിരിക്കും? ഓക്കെ, ദൈവത്തിനൊക്കെ പറഞ്ഞതാണ്. ഓക്കെ, ഒരാൾ ഇങ്ങോട്ട് കവല ചെല്ലുമ്പോൾ നിങ്ങൾ ചോദിക്കുക, ഇന്ന് നല്ല വെള്ളമെടുപ്പൊക്കെയാണ്, നല്ല വസ്ത്രങ്ങളൊക്കെയാണ്, ഇന്ന് എന്നായിരുന്നു പ്രത്യേകത? ഇന്ന് ഞങ്ങളുടെ സ്ഥിരീകരണമായിരുന്നു. സ്ഥിരീകരണം എന്ന് പറഞ്ഞാൽ എന്നാണ്? സ്ഥിരീകരണം എന്ന് പറഞ്ഞാൽ അതാണ്, ഇതാണ്, അങ്ങനെ ആരും. ഓക്കെ, നിങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് സ്നാനമൊക്കെ ഉണ്ടോ? ഞങ്ങൾക്ക് സ്നാനമൊക്കെ. നിങ്ങളുടെ സ്നാനം എന്നാ സ്നാനമാണ്? എന്നാ പറയും നിങ്ങൾ? പോട്ടെ, നിങ്ങൾ സ്നാനപ്പെട്ടോന്ന് ചോദിക്കാൻ തുടങ്ങിയോ? എന്നാ പറഞ്ഞു? കുഴക്കിക്കളയുന്ന ചോദ്യമോ അല്ലേ? അങ്ങനെയാണ് നമ്മൾ പലരും എന്ത് ചെയ്യുന്നത്? കുഴങ്ങിപ്പോകുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതും എല്ലാം അല്ലേ? നമുക്ക് സ്നാനത്തെക്കുറിച്ച് അറിയത്തില്ല, നമ്മുടെ പഠിപ്പിക്കൽ എന്നാന്ന് അറിയത്തില്ല, വേദോസത്തിലത്തെ പുസ്തകം നമുക്കറിയത്തില്ല, ഇതൊന്നും അറിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ കർത്താവിൻ്റെ പ്രാർത്ഥന ചൊല്ലരുത് എന്നൊരാൾ പറഞ്ഞാൽ എന്ത് ചെയ്യും? ശരിയാട്ടോ, കർത്താവിൻ്റെ പ്രാർത്ഥന നമ്മൾ ചെല്ലുന്നു എന്നും പറഞ്ഞ് എന്ത് ചെയ്യും? നമ്മൾ അന്ന് തൊട്ട് ചെല്ലാതിരിക്കും അല്ലേ? അതാണ് നമ്മുടെ വിശ്വാസം, നമ്മുടെ പഠിത്തം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, സ്നാനം, സഭയുടെ സ്നാനം, നമ്മുടെ ഉപദേശം, അത് മാത്രമേ പറയുന്നത്, ബാക്കി കാര്യങ്ങളൊന്നും പറയുന്നത്. സ്നാനം 1 വേദോസത്തിലുള്ളതാണ്, ഞാൻ പോർഷനൊന്നും എടുത്ത് പറയുന്നില്ല. സ്നാനം 1 എന്ന് CSI സഭ പഠിപ്പിക്കുന്നു. സ്നാനം എത്രയുണ്ട് പറഞ്ഞേ? ഒറ്റ സ്നാനം. ഏത് സ്നാനം? അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇന്ന സ്നാനം ശരിക്കും പറഞ്ഞ് ശിശു സ്നാനം. ഓക്കെ, ഒരു 25 വയസ്സുള്ള ആരും അപേക്ഷ തന്നു ഇവിടെ ചേർക്കണം. ഇപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ എന്ത് ചെയ്യും? നമ്മുടെ പള്ളിയിൽ ചേരാൻ വരുന്നു. അവർ ശിശുക്കളൊന്നുമല്ല, അവർ പ്രായമുള്ള ആൾക്കാരാണ് അല്ലേ? അവർ പറഞ്ഞ് ഞങ്ങൾ CSI സഭയുടെ ഉപദേശമൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്നു, അതുകൊണ്ട് സഭയിൽ ചേർത്ത് സ്നാനപ്പെടുത്തി ഞങ്ങൾ ചേർക്കണം അല്ലേ? 25 വയസ്സുള്ള ആൾക്ക് ശിശു സ്നാനം കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ പറഞ്ഞനുസരിച്ചാണെങ്കിൽ പറ്റുമോ? ഇല്ല, കാരണം അവർ ശിശുവല്ല. ഓക്കെ, അപ്പം സ്നാനം 1 എന്ന് പറയുമ്പോൾ അത് ശിശു സ്നാനം അല്ല എന്ന് മനസ്സിലാക്കണം. ഒറ്റ സ്നാനമുള്ള സ്നാനം എന്ന് പറയുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലുള്ള സ്നാനം. അതാണ് നമ്മുടെ സഭയുടെ വിശ്വാസം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഒരു മനുഷ്യൻ അവൻ്റെ ശിശുപ്രായത്തിലോ ഏതെങ്കിലും പ്രായത്തിലോ സ്നാനപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ അത് മതി എന്ന് നമ്മൾ വിശ്വസിക്കും. അവൻ്റെ രക്ഷയ്ക്ക് ദൈവവേദന തീർന്നിരിക്കുന്നു, അവന് വീണ്ടും എന്ത് ചെയ്യേണ്ട കാര്യമില്ല, സ്നാനം ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മുടെ സഭയിൽ മറ്റ് സഭകളിൽ പോയി അവർ ചേരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളവരെ മുടക്കുന്നത്. രണ്ടാമതൊരു സ്നാനമെടുത്താൽ അത് സഭയുടെ പഠിപ്പിക്കലിന് വിരുദ്ധമാകിയാൽ എന്ത് ചെയ്യും? നമ്മളവരെ സഭയിൽ നിന്ന് മുടക്കും. അതാണ് എൻ്റെ രീതി. അപ്പോൾ നമ്മുടെ ഒരു സ്നാനം എന്ന് പറയുന്നത്, ഏക സ്നാനം എന്ന് പറയുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലുള്ള സ്നാനമാണ്. അത് പ്രായം ഏതാണേലും കുഴപ്പമില്ല, അവരെ ആ പ്രായത്തിൽ നമ്മൾ അവർക്ക് സ്നാനം കൊടുക്കും. നമ്മുടെ ക്രിസ്ത്യൻ പൈതൽ, നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് ജനിച്ചു വളരുന്ന ദൈവം നമുക്ക് മക്കളെ തരുമ്പോൾ അവരെ ഏറ്റവും ചെറു പ്രായത്തിൽ തന്നെ ദൈവത്തിന് സമർപ്പിക്കുക എന്നുള്ളതാണ് സഭ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കുഞ്ഞുങ്ങളുണ്ടായി നിശ്ചിത ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ കൊണ്ടുവന്ന് കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തും. അരന്ന് തൊട്ട് അവരാരാണ്? അവർ ദൈവപൈതലാണ്. ആ ദൈവപൈതലാണെന്ന് ഓർമ്മപ്പെടുത്തുക എന്നുള്ളതാണ് മാതാപിതാക്കന്മാരുടെയും ജ്ഞാനമാതാക്കന്മാരുടെയും ചുമതല, സഭയുടെയും ചുമതല എന്ന് പറയും. നിങ്ങൾ ആരാണ്? നിങ്ങൾ ദൈവപൈതലാണ്. ദൈവപൈതലാണെങ്കിൽ എന്ത് ചെയ്യണം? ദൈവപൈതലാണെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച് നടക്കേണ്ടതാണ് അല്ലേ? അതിനാണ് കൽപ്പനകൾ അനുസരിക്കുക എന്ന് പറയുന്നത്. കൽപ്പനകൾ അനുസരിച്ച് നടക്കേണ്ടതാണ്. ഓക്കെ, കൽപ്പന എല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ പ്രാർത്ഥന അറിയത്തില്ലാത്തൊരാരെങ്കിലും ഉണ്ടോ? കർത്താവിൻ്റെ പ്രാർത്ഥന എല്ലാവർക്കും അറിയാം. വിശ്വാസ പ്രമാണം എത്ര എണ്ണമുണ്ട്? 3. ഏതെല്ലാം? ഓക്കെ, സാധാരണ നമ്മൾ ചൊല്ലുന്ന എത്ര വിശ്വാസ പ്രമാണം? 2 വിശ്വാസ പ്രമാണം. ഓക്കെ, സക്രമം എത്ര എണ്ണമുണ്ട്?
ഏതെല്ലാം? ഓക്കെ, വിശുദ്ധ ബപ്തിസ്മ, തിരുവത്താഴം അല്ലേ? ഓക്കെ. നമ്മൾ പൊതുവായിട്ടൊരു ചോദ്യമാണ്. നമ്മൾ പലരും സ്ഥിരീകരണം കഴിഞ്ഞവരാണ്. നിങ്ങൾക്ക് എന്ത് ഫീലിംഗ് ആണ് നമ്മളെടുത്ത് പ്രതിജ്ഞകളുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ ജീവിതത്തെ പിന്നീട് സ്വാധീനിച്ചിട്ടുള്ളത് എന്താണ്? ഇത്രയും പറയണ്ട, പത്താം ഇവിടെ നിങ്ങൾ ഈ പ്രതിജ്ഞയെല്ലാം എടുത്തു പോകുന്നുണ്ട്. എടുത്തു പോകുമ്പോൾ പിന്നീടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെടുത്ത പ്രതിജ്ഞകൾ എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു എന്നാണ് എൻ്റെ ചോദ്യം. അങ്ങനെ ചെലുത്തിയിട്ടുണ്ടോ? അഥവാ നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? ഓർത്ത് നോക്കുക. ഈ പിള്ളേരും എന്ത് ചെയ്യാണ്? അവരല്പം കഴിയുമ്പോൾ സ്ഥിരീകരിച്ച് ഇറങ്ങുകയാണ് അല്ലേ? അവർ ഇന്നെടുക്കുന്ന പ്രതിജ്ഞകൾ, തീരുമാനങ്ങൾ അവരുടെ ജീവിതത്തെ നിശ്ചയമായിട്ട് എന്ത് ചെയ്യണം? സ്വാധീനിക്കും എന്ന് പറഞ്ഞാണ് എന്ത് ചെയ്തിരിക്കുന്നത്? അവർ തീരുമാനം എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ സഭ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകമായിട്ട് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. എല്ലാ ജനങ്ങളും, എല്ലാ വിഭാഗ ജനങ്ങളും ഓരോരോ പ്രമാണങ്ങൾക്കനുസരിച്ചാണ് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ദൈവമക്കൾ ഏത് പ്രമാണത്തിനനുസരിച്ച് പോകണം? പറഞ്ഞേ. ദൈവപ്രമാണത്തിനനുസരിച്ച് പോകണം. നമ്മൾ വായിക്കേണ്ട ആത്മീക പുസ്തകം ഏതാണ്? വിശുദ്ധ വേദപുസ്തകമാണ്. വിശുദ്ധ വേദപുസ്തകം നമ്മുടെ അടിസ്ഥാന പ്രമാണം. നമ്മൾ മാത്രമല്ല, ഇന്ന് ലോകത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ഭരണഘടനകളും അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന അടിസ്ഥാനം ഏതു തന്നെയാണ്? ഇതിൻ്റെ അകത്തെ അതിശ്രേഷ്ഠമായ ഉപദേശങ്ങളാണ്. കാരണം ഇതിൻ്റെ അകത്തുള്ള അടിസ്ഥാന പ്രമാണമാണ് ആദ്യത്തെ എഴുതപ്പെട്ട നിയമങ്ങൾ എന്ന് പറയുന്നത്. ഇസ്രായേൽ ജനത്തിന് ആദ്യമായി കൊടുത്ത നിയമസംഹിത, ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെക്കുറിച്ച് കൊടുത്തിരിക്കുന്ന പ്രമാണങ്ങൾ ഇവിടെയാണ്. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ പറയുന്നത് സ്വന്തമായിട്ട് എഴുതപ്പെട്ട ഭരണഘടനയുള്ള, ചട്ടങ്ങളുള്ള, പ്രമാണങ്ങളുള്ള ഒരേ ഒരു ജാതി ഇസ്രായേൽ എന്ന് വേദപുസ്തകം തന്നെ സാക്ഷീകരിക്കും. അപ്പോൾ അതെന്തിനുള്ളതാണ്? അത് അനുസരിക്കാനാണ്. നമ്മൾ വേദപുസ്തകം വായിക്കുക, എന്ത് ചെയ്യുക? അത് അനുസരിക്കുക. നുണ പറയരുതെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കള്ളം പറയരുതെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്തായിരിക്കും അർത്ഥം? കള്ളം പറയുന്നത് അല്ലേ? അതിനൊരു വ്യാഖ്യാനം വേണ്ട. കള്ളം പറയരുതെന്ന് പറഞ്ഞാൽ കള്ളം പറയരുത്. മോഹിക്കരുതെന്ന് പറഞ്ഞാലോ? മോഹിക്കരുതെന്ന് പറഞ്ഞാൽ വ്യാഖ്യാനം വേണോ? മോഹിക്കരുത് അല്ലേ? വ്യഭിചാരം ചെയ്യരുതെന്ന് പറഞ്ഞാലോ? വ്യാഖ്യാനമൊന്നും വേണ്ട. എന്താണ്? വ്യഭിചാരം ചെയ്യരുത് തന്നെ. ഓക്കെ. അന്യദൈവങ്ങളെ ആരാധിക്കരുതെന്ന് പറഞ്ഞാലോ? ഇതിനൊന്നിനും പ്രത്യേകിച്ച് വ്യാഖ്യാനങ്ങൾ വേണ്ട. അത് അതിൽ തന്നെ എന്ത് ചെയ്തിരിക്കുന്നു? സമ്പൂർണ്ണമാണ് അല്ലേ? അതുകൊണ്ട് നമ്മൾ ഓർക്കണം അല്ലേ? നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് വിരുദ്ധമാണ്. നമ്മളിവിടെ ഇപ്പോൾ ആരാധന തുടങ്ങിയ സമയത്ത് കൽപ്പനകൾ വല്ലതും വായിച്ചായിരുന്നോ? വായിച്ചു. കൽപ്പന വായിച്ചോ? കൽപ്പന വായിച്ചോ? 10 കൽപ്പനകൾ വായിച്ചായിരുന്നോ? വായിച്ചോ? നിങ്ങൾ കേട്ടോ? 10 കൽപ്പന വായിക്കുന്നത് കേട്ടോ? നിങ്ങൾ കേട്ടോ? കയറുകാരെ 10 കൽപ്പന വായിച്ചായിരുന്നോ? ഇവർ പറയുന്നത് 10 കൽപ്പന വായിച്ചില്ലെന്ന്, നിങ്ങൾ പറയുന്നത് വായിച്ചു. ഇങ്ങനെ എത്രയും ആകമൊത്തം 1 മണിക്കൂർ ആകുന്നുള്ളൂ ആരാധന അല്ലേ? ഇങ്ങനെ ശമിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ആര് പറയുന്നത് വിശ്വസിക്കണം? നിങ്ങളെക്കാളും കുറച്ചുകൂടെ ഇവിടെ അടുത്തിരിക്കുന്നത് ഇവിടെ കൊയർകാരാണ്. അപ്പോൾ അവർ പറയുന്നത്, അവർ ശരിക്കും കേട്ട് കാണും, അവർ പറയുന്നത് 10 കൽപ്പന വായിച്ചില്ല. അകലെ ഇരിക്കുന്ന നിങ്ങൾ പറയുന്നത് വായിച്ചു. വായിച്ചോ? ഇല്ല, വായിച്ചില്ല. പിന്നെ എന്നാ വായിച്ചേ? കൽപ്പനയുടെ ചുരുക്കമാണ് വായിച്ചല്ലേ? 10 കൽപ്പന മുഴുവൻ വായിച്ചില്ല, കൽപ്പനയുടെ ചുരുക്കം വായിച്ചു അല്ലേ? ചുരുക്കം വായിച്ചിട്ട് പറഞ്ഞു, ഈ കൽപ്പനയെ കാപ്പാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ അണക്കണമെന്ന് ഇവരെല്ലാം കൂടെ ആദ്യം അങ്ങ് പറഞ്ഞു അല്ലേ? എന്ന് പറഞ്ഞാൽ അനുസരിക്കണം, സഹായിക്കണം അല്ലേ? ഓക്കെ. അതിലാണ് കഴിഞ്ഞാണ് ഒരു പാപസ്വീകാര പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചല്ലേ? പല പള്ളിയിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഒന്നുകൂടെ പറയുകയാണ്. കൽപ്പന വായിച്ചതിന് ശേഷമാണ് പാപം ഏറ്റുപറച്ചിൽ. ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കാൻ പറയാം. കൽപ്പന വായിച്ചതിന് ശേഷമാണ് പാപം ഏറ്റു പറയാനുള്ള അവസരം. എന്താണ് അതിൻ്റെ കാരണം? സേസ സഭ എന്തുകൊണ്ട് അങ്ങനെ ഒരു ക്രമീകരണം ചെയ്തിരിക്കും? കൽപ്പനകൾ എന്ത് ചെയ്യാണ്? കൽപ്പനകളും അതിൻ്റെ ചുരുക്കങ്ങളും വായിച്ചു കഴിഞ്ഞിട്ട് പറയാണ് പാപമുണ്ടെങ്കിൽ ഏറ്റു പറയണോ അല്ലേ? കൽപ്പന ഏതെങ്കിലും ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അത് അന്നേരം ഏറ്റു പറയണം എന്നാണ് എൻ്റെ അർത്ഥം. അതിനുശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ? വിശുദ്ധ സംസർഗത്തിനായിട്ട് ഇവിടെ വരാൻ പാടുള്ളൂ. ഇതെന്നതാണ്?
കർത്താവിൻ്റെ ശരീര രക്തങ്ങളാണ് അപ്പവും വീഞ്ഞും എന്ന് പറയുന്നത്. അത് വിശുദ്ധ വസ്തുക്കളാണ്. അതുകൊണ്ട് അത് ആർക്കുള്ളതാണ്? വിശുദ്ധ വസ്തുക്കൾ ആർക്കാ? വിശുദ്ധ വസ്തുക്കൾ വിശുദ്ധർക്ക്. എങ്ങനെയാണ് ഒരുത്തൻ വിശുദ്ധനാകുന്നത്? ഒരാൾ വിശുദ്ധയാകുന്നത് പാപമില്ലാത്തവരായി തീരുമ്പോഴാണ്. പാപമാണ് നമ്മളെ അശുദ്ധരാണ്. പാപം ഏറ്റു പറഞ്ഞു കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മൾ വിശുദ്ധിയുള്ളവരായിട്ട് വിശദീകരിക്കപ്പെട്ടതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? വിശുദ്ധ വസ്തുക്കൾ കൈക്കൊള്ളാനായിട്ട് നമ്മളോട്ട് വരും. അതുകൊണ്ടാണ് പള്ളി വരുമ്പോൾ ആരാധനയ്ക്ക് മുമ്പ് തന്നെ വരണമെന്ന് പറയുന്നത്. കാരണം ആദ്യം തൊട്ട് ഈ ഭാഗങ്ങൾ തുടങ്ങുകയാണ്. നമ്മളിവിടെ വരുന്നു. ഇന്ന് പാപം ഏറ്റു പറഞ്ഞു ആരെങ്കിലും? എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഇന്ന് പാപം ഏറ്റു പറഞ്ഞവർ കൈവക്കിക്കേ. എല്ലാവരും ഇന്ന് പാപം ഏറ്റു പറഞ്ഞവർ കൈവക്കിക്കേ. ഇത് ഒരാൾ കൈവക്കിയിട്ടുണ്ട് താഴെ. അതാണ് നമുക്ക് സീസൈക്കാർക്ക് വന്നിരിക്കുന്നത് ഏറ്റവും വലിയൊരു കുഴപ്പം. അതാണ് ഇവിടെ നമ്മൾ വന്ന് ഇരിക്കുന്നു, എന്താ പറയുന്നത്, എന്താ ചെയ്യുന്നത്, എന്നതിനാമാൻ വരുന്നത്, എന്നതിനേറ്റ് ഒന്നും ഒരു ബോധവും ഇല്ല. അങ്ങനെ ഇരിക്കുക ചിലപ്പം അങ്ങനെ തോന്നിക്കാറ്. ഇപ്പം ഞാൻ ചോദിച്ച ചോദ്യം നിങ്ങൾ വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യമാണ്. ചോദ്യമാണ്, പാപം ഏറ്റു പറഞ്ഞോ ഇല്ല? ഒരാൾ പറഞ്ഞു പാപം ഏറ്റു പറയാതെ എന്ത് ചെയ്യത്തില്ല? ഓർത്തോണം അതിൻ്റെ ഗൗരവം. പാപം ഏറ്റു പറയാതെ വിശുദ്ധ സംസർഗം നിങ്ങൾക്ക് വരാൻ യോഗ്യതയില്ല. അതെല്ലാ സഭയ്ക്കും തുല്യമാണ്. CSI സഭയ്ക്ക് മാത്രമല്ല, എല്ലാ സഭകളിലും പാപം ഏറ്റു പറയാതെ കുമ്പസാരിക്കാതെ എന്ത് ചെയ്തില്ല? കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളെ കൈക്കൊള്ളാൻ അവകാശം എന്ത് ചെയ്തില്ല? ഇല്ല. അങ്ങനെ ചെയ്യുന്നവർ ഗുരുതരമായ തെറ്റ് ചെയ്യുന്നു എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ളവർ ഗുരുതരമായ തെറ്റ് ചെയ്തിരിക്കുന്നു. തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഒരുവൻ തിരുമേശയിലേക്ക് അടുത്ത് വരാൻ, കർത്താവിൻ്റെ ശരീര രക്തങ്ങളിൽ പങ്കാളിയാകാൻ. അങ്ങനെ അല്ലെങ്കിൽ അവരവർക്ക് തന്നെ എന്ത് ചെയ്യുന്നു? ദോഷം ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചുമ്മാ ഇവിടെ വന്നു പോയി എന്നുള്ളതിലാണ് ഈ സഭയെക്കുറിച്ച് അങ്ങനെയല്ല പറയുന്നത്, പൊതുവെ പറയാൻ. അതല്ല, എന്താണ് നമ്മൾ ചെയ്യുന്നത്, എന്തിലേക്കാണ് നമ്മൾ പോകുന്നത്, എന്താണ് നമ്മൾ സ്വീകരിക്കുന്നത്, അതിനുള്ള യോഗ്യത എനിക്കുന്നോ ഉണ്ടോ എന്ന് ചിന്തിച്ച് വേണം എന്ത് ചെയ്യാൻ വരാനായിട്ട്. പണ്ട് കാലങ്ങളിൽ സഭകളിൽ ഒരുക്ക പ്രാർത്ഥന ഉണ്ടായിരുന്നു. കമ്മ്യൂണിനെ കൂടാനുള്ളവർ മാത്രം എന്ത് ചെയ്യുമായിരുന്നു? പോവുകയും അവർ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം അവർ മാത്രമേ എന്ത് ചെയ്തിരുന്നുള്ളൂ? കമ്മ്യൂണിന് കൂടിയിരുന്നുള്ളൂ. പിന്നീട് കാലക്രമത്തിൽ ആ രീതികളൊക്കെ മാറി ഇത് ആരാധനയുടെ ഭാഗമായിട്ട് തന്നെ ചേർത്തിരിക്കുന്നു. ആരാധനയുടെ ഭാഗമായിട്ട് ചേർത്തപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഇപ്പോൾ ചോദിച്ചതിന് ഉത്തരവില്ല. എന്താ നമ്മൾ പറയുന്നത്, എന്താ ചെയ്യുന്നത് എന്ന് ഒന്നും ചിന്തിക്കുന്നത്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. നമ്മളൊന്നും എന്ത് ചെയ്തിട്ടില്ല, ഒരു പാപവും എന്ത് ചെയ്തില്ല, ഏറ്റു പറഞ്ഞില്ല. പാപം ചെയ്യുന്നൊരു ഓർമ്മ പോലും നമുക്കില്ല, അല്ലേ? അത് അറിയാവുന്നതുകൊണ്ടാണ് മുന്നമേ എന്ത് ചെയ്യുന്നത്? കൽപ്പന വായിക്കുന്നത്. വേറെ ദൈവങ്ങളിൽ ആരാധിക്കുക, അപ്പനമ്മയെ ബഹുമാനിക്കാതിരിക്കുക, മോഹിക്കുക, മോഷ്ടിക്കുക, കള്ളസാക്ഷ്യം പറയുക, വ്യഭിചാരം ചെയ്യുക, അങ്ങനെയുള്ള 10 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയാണ്, ഇതിലേതെങ്കിലും നിങ്ങൾ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ പറയുക, മാപ്പ്, ദൈവമേ ക്ഷമിക്കണം. പറഞ്ഞതിന് ശേഷം അവിടെ ഒരു പൊതുവായിട്ടുള്ള പ്രാർത്ഥനയുണ്ട്. അത് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ശേഷം പൊതുവായിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് എന്ത് ചെയ്യും? നമ്മളിങ്ങോട്ട് വരുന്നത്. ഇനിയാണേലും എന്ത് ചെയ്യണം? നിങ്ങൾ ആ കാര്യം ഓർത്തോണം. നമ്മിൽ കുറവുകളെ ഏറ്റുപറയാനുള്ള അവസരമാണ്. കൽപ്പനകളെ വായിച്ചിട്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പാപങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഏറ്റുപറയാൻ. മനസ്സിലായല്ലോ? എല്ലാ കൽപ്പനകളും ലംഘിച്ച ആൾക്കാർ ഇല്ലായിരിക്കും. പക്ഷെ ചില തെറ്റുകൾ നമ്മൾ വന്നു പോകാം. അത് പറയുമ്പോൾ ഓർക്കണം. അന്നേരം തന്നെ എന്ത് ചെയ്തോളുക? അന്നേരം തന്നെ ദൈവമേ ക്ഷമിക്കണമേ എന്ന് പറയുക. അപ്പം നിങ്ങളെ മനസ്സിലായോ? വല്ലതും മനസ്സിലായോ? പൊതുവായിട്ട് പറഞ്ഞാൽ നിങ്ങളോട് പറഞ്ഞതാണ്. നമ്മൾ വിശുദ്ധ സംസർഗ ആരാധന വരുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ കാര്യം ആരാധന അതുപോലെ എന്ത് ചെയ്യണം? എൻ്റെ മുഴുവൻ അർത്ഥത്തോടെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് വേണം എന്ത് ചെയ്യാൻ. നമ്മുടെ ദൈവസന്നിധിയിലാണ് നിൽക്കുന്നത്. വിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നിൽക്കുന്നത്, അല്ലേ? വിശുദ്ധനായ ദൈവത്തിൻ്റെ സാന്നിധ്യം എവിടെയുണ്ട്? വിശുദ്ധ ആലയത്തിലുണ്ട്. അപ്പോൾ ആ ദൈവിക സാന്നിധ്യത്തിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കുറവുകളോടെ നമുക്ക് വരാൻ പറ്റത്തില്ല. കുറവുകളെ ഉപേക്ഷിച്ച് ഏറ്റു പറഞ്ഞ ശേഷം മാത്രമേ വരാൻ പാടുള്ളൂ. അത് ആരാടത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. ഓക്കെ, നമ്മൾ ഇന്ന് റോമാലേഖനം വായിച്ചപ്പോൾ അതിൻ്റെ അകത്ത് എന്താ പറഞ്ഞേ? നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമാണ്, ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കണമെന്ന് പറയുന്നു. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിച്ചില്ലെങ്കിൽ ശരീരം എന്ത് ചെയ്തു പോകും? നശിച്ചു പോകും എന്നവിടെ പറഞ്ഞിരിക്കുന്നു. വിശുദ്ധീകരണമാണ് അവിടുത്തെ ചിന്താവിഷയം എപ്പോഴും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കേട്ട് നിങ്ങൾ പഠിച്ച വചനങ്ങൾക്കനുസരിച്ച് ജീവിച്ച് കുറ്റമൊന്നുമല്ല വിജയകരമായ ജീവിതം നയിപ്പാൻ നിങ്ങൾക്ക് സഹായിക്കണം. നിങ്ങൾ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ് കൂടുതൽ പേരും ഉത്സാഹിച്ച് എന്ത് ചെയ്യണം? പഠിക്കണം, അല്ലേ? നിങ്ങളിൽ നിന്ന് രാജ്യത്തിനും സഭയ്ക്കും സമൂഹത്തിനും കൊള്ളാവുന്ന നല്ല നേതൃത്വ ഗുണമുള്ള പാഠവുമുള്ള ആളുകൾ എന്ത് ചെയ്യണം? എഴുന്നേറ്റ് വരണം, അല്ലേ?
നീതിമാന്മാരാണ് എന്ത് ചെയ്യുന്നത്? ലോകത്തെ ഭരിക്കുന്നതെന്നാണ് പറയുന്നത്. വചനം പറഞ്ഞു, ഇതിനകത്ത് പറഞ്ഞു. ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്ന നീതിബോധമുള്ള ആൾക്കാർ വേണം എന്ത് ചെയ്യാൻ? രാജ്യം ഭരിക്കാൻ, ഭരണനിർവഹണം ചെയ്യാൻ. എങ്കിൽ മാത്രമേ എല്ലാ ആൾക്കാർക്കും എന്ത് ചെയ്യത്തുള്ളൂ? സന്തോഷത്തോടെ ഭൂമിയിൽ ജീവിക്കാനുള്ള പറ്റത്തുള്ളൂ, ഒരു രാജ്യത്ത് ജീവിക്കാനുള്ള പറ്റത്തുള്ളൂ. നീതിബോധം, ദൈവഭയം, അത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ അങ്ങനെയുള്ളവരാകണം. ദൈവം നിൽക്കുന്ന അവസരങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളതിനെ ഉപയോഗിക്കണം, അല്ലേ? മനസ്സിലായോ? അടിസ്ഥാനം ഏതാണ്? വിശുദ്ധ വേദവസ്തുവാണ്. അതിനെ ആശ്രയിച്ച് പഠിക്കാം. നിങ്ങൾ പഠിച്ച പാഠങ്ങൾ, അനവധി കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഇത് പറഞ്ഞ സമയം തൊട്ട് പഠിച്ചിട്ടുണ്ട്. ധാരാളം വേദഭാഗങ്ങൾ എന്നത് പഠിച്ചിട്ടുണ്ട്. അല്ലാത്ത കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ ചില ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചതിൽ ഏതെല്ലാം നിങ്ങൾ മനസ്സിലായി എന്നറിയാൻ വേണ്ടിയുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഞാൻ ചോദിച്ചത്. പല കാര്യങ്ങൾക്ക് അറിയാമെങ്കിലും ചിലതെങ്കിലും നിങ്ങൾ എന്ത് ചെയ്ത് പറഞ്ഞില്ല. എങ്കിലും പ്രമാണങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക. വേദവസ്തം എന്ത് ചെയ്യണം? എല്ലാ ദിവസവും വായിക്കണം. എല്ലാ ദിവസവും എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഓക്കെ. ഇന്ന് ഇറക്കപ്പെടുന്ന ഒരു ഉന്നതനായൊരു സഭാ നേതാവുണ്ട്. ആരാ? ഇന്നാണ് അടക്കം ശുശ്രൂഷ, അല്ലേ? ആരാ? പോപ്പ് ഫ്രാൻസിസ്, അല്ലേ? പോപ്പ് ഫ്രാൻസിസ് 2 വർഷങ്ങൾക്ക് മുമ്പ്, 2.5 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രസംഗം പറഞ്ഞു. അതായത് യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രസംഗമായ അത് അന്ന് തന്നെ ഏതാണ്ട് 1.25 കോടി ജനങ്ങൾ കേട്ടു എന്നാണ് അതിൻ്റെ കണക്ക്. 1.25 കോടി ജനങ്ങൾ കേട്ടു. അദ്ദേഹം പറഞ്ഞതാണ്, യുവജനങ്ങളോടാണ് പറഞ്ഞത്, നിങ്ങൾ എല്ലാ ദിവസവും എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ വചനം വായിക്കണം. ദൈവത്തിൻ്റെ വചനം വായിക്കാത്ത ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ പോക്കറ്റിൽ ഇടാൻ പാടില്ല പോക്കറ്റ് ബൈബിൾ എന്ത് ചെയ്യണം? നിങ്ങൾ വാങ്ങണം. സ്ത്രീകളാണെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ കുഞ്ഞു ബാഗിൻ്റെ അകത്ത് ഇടാൻ പാടില്ല കുഞ്ഞൊരു ബൈബിൾ എന്ത് ചെയ്യണം? വാങ്ങണം. നിങ്ങളുടെ കയ്യിൽ എപ്പോഴും അത് വേണം. എപ്പോഴാണോ ഒരു 5 മിനിറ്റ് ഇരിക്കാൻ സമയം കിട്ടുന്നത് അന്നേരം എന്ത് ചെയ്യുക? അത് വായിക്കണം. ഒരു 3 മിനിറ്റ് നേരമെങ്കിലും ഒരു ദിവസം വായിക്കണം. ദൈവത്തിൻ്റെ വചനം വായിക്കണം. ആ തിരുവചന വായന നിങ്ങളെ വളരെയധികം വ്യത്യസ്തനാക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ തിരുവചന വായന നിങ്ങളെ വളരെയധികം വ്യത്യസ്തനാക്കും മറ്റെന്ന് പറഞ്ഞു. എനിക്കും നിങ്ങളോട് അത് തന്നെയാണ് പറയാനുള്ളത്. എല്ലാ ദിവസവും എന്ത് ചെയ്തോളുക? വിശുദ്ധ വേദപുസ്തകം വായിക്കും. പ്രാർത്ഥനയോടെ വായിക്കും, പ്രാർത്ഥിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലുതായ വ്യത്യാസങ്ങളുണ്ടാക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനമൊത്തവും കലാവസാനം കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ.